നമസ്കാരം. ലോകമെമ്പാടുമുള്ള ഫ്ലവേഴ്സ് ടിവിയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. വെൽക്കം ടു ഫ്ലവേഴ്സ് കോമഡി. ഇത് ഐറ്റം വേറെ. ഒരുപാട് സ്നേഹത്തോടുകൂടി എപ്പിസോഡ് തുടങ്ങുന്നതിന് മുമ്പ് കാര്യക്കാരെ വിളിക്കാം. ലെറ്റ്സ് വെൽക്കം നസീറിക്ക, ടിനിച്ചേട്ടാ, ബിജുക്കുട്ടൻ ചേട്ടാ. തുടങ്ങല്ലേ? വിളിക്കാം. നമ്മുടെ മീനാക്ഷി ചേച്ചി ഉണ്ട്, പ്രമോദേട്ടനുണ്ട്, കൂടെ ബിൻരാജ് ഉണ്ട്. നല്ല കൈഡി. വേറെ എന്റെ മുത്തച്ചി, സുന്ദരി മുത്തച്ചി, കിങ്കടി മുത്തച്ചി. നാളെ എനിക്ക് പെൻഷൻ വരും. എങ്ങനെ മനസ്സിലായി? നിന്റെ ഈ സ്നേഹം കണ്ടപ്പോഴേ എനിക്ക് അവർക്ക് കാര്യം മനസ്സിലായി. ഇതാരായി കിടന്ന് വിളിക്കുന്നേ? ആ അതെന്നാ പിടിച്ചേ? നീ എന്നാടാ ഇങ്ങോട്ട് തോണ്ടിയിട്ടെ? ഞാൻ കാളെടുത്തതാണ്. ഹലോ. ആ എടാ, പിന്നെ എന്നാ? അതെ, ഒരു മിനിറ്റ്, ഇവിടെ ഫയലിംഗ് കിടക്കുന്നത്. അതെ, ഈ വിയറ്റ്നാം കോളനിയുടെ പണി ഒരു ഇച്ചിരി നേരം ഒന്ന് നിർത്തി വെക്കാവോ? ആ റാവുത്തരോ റഷീദ പറയലയാ. എടാ, ഞാൻ വീട്ടിലാടാ. ഞാൻ ഇവിടെ ഇറങ്ങിയിട്ട് വിളിക്കാം. ഓക്കെ. അതെ, എന്തിനാ ഇതിനകത്തിട്ട് ഇങ്ങനെ തട്ടുന്നേ? ഇതിനകത്ത് വെറ്റം പാക്കൊന്നും ഇല്ലല്ലോ. എടാ, മഴയും വെള്ളവും ഒക്കെ ആയിട്ടേ ഞാൻ പുറത്തോട്ട് ഇറങ്ങിയിട്ട് കുറേ ദിവസമായില്ലേ. അതിന് ഇതിനകത്ത് തട്ടുന്ന എന്തിനാ? ഞാനിവിടെ ജീവിച്ചിട്ടുണ്ടെന്ന് അയലുകാരൊക്കെ ഒന്ന് അറിയട്ടടാ. എന്താ പറ്റി നേരം വെളുത്ത് മോന്തം മരിച്ചിറക്കി ഇങ്ങനെ ഇരിക്കുന്നേ? അയ്യോ, ഇണ്ട മിണ്ടത്തില്ല. എന്ത്? എടാ, മോഹൻലാലിന്റെ ആ തുടക്കം സിനിമ കൊണ്ടുപോയി കാണിക്കാൻ പറഞ്ഞിട്ട്. അതും അറിയത്തില്ല. തുടരും സിനിമ എന്നെ കൊണ്ടുപോയി കാണിക്കാൻ പറഞ്ഞിട്ട് കാണിച്ചോ? ഞാൻ ഒരു പ്രാവശ്യം കൊണ്ട് കാണിച്ചല്ലേ, എപ്പോഴും കണ്ട ബോറടിക്കത്തില്ലയോ പറ്റി? എടാ കൊച്ചുമോനെ, മോഹൻലാല്, കടല്, കൊമ്പനാന, ഇതൊക്കെ കണ്ടാർക്കും ബോറടിക്കത്തില്ലടാ. പിന്നെ ഈ കടല് കാണുന്നതിന് പൈസ ചെലവില്ല, കൊമ്പനാനെ കാണുന്നതിന് പൈസ ചെലവില്ല. പക്ഷെ എല്ലാ ദിവസവും തിയേറ്ററിൽ പോയി മോഹൻലാലിനെ കാണുന്നതിന് പൈസ ചെലവാ. പൈസ മുടക്കി കാണേണ്ട മുതല് തന്നെ ലാലേട്ടൻ. മോഹൻലാലിന്റെ അമ്മയാവാൻ പ്രായമുണ്ട്, ഇപ്പോഴും വിളിക്കുന്ന കേട്ടോ ലാലേട്ടൻ. എടാ, ഇപ്പൊ പെറ്റ് വീണ കുഞ്ഞു മുതല് ഈ ചാകാൻ വേണ്ടി കുഴിയിലോട്ട് കാലും നീട്ടിയിട്ടിരിക്കുന്ന വയസ്സന്മാർക്ക് വരെ അദ്ദേഹം ലാലേട്ടനാടാ. അതെ, സത്യം പറ, ആന്റണി പെരുമ്പാവൂർ നിങ്ങൾക്ക് കാശ് വല്ലതും തരുന്നുണ്ടോ? അയ്യോ, പയ്യ ചീറ്റ്, ആ ചീറ്റലിന്റെ കൂടെ ഉയരും കൂടെ അങ്ങ് പോവും. എടാ കൊച്ചുമോനെ, പണ്ടിത്തിരി പഴങ്കഞ്ഞി വാട്ടുകപ്പയും തിന്നേച്ച് പാടത്തും ഒക്കെ ഇറങ്ങി പറമ്പിലിറക്കി നല്ലോലെ അങ്ങ് പണിയും. ആർക്കും ഒരു നോക്കേടുമില്ല. ഇപ്പൊ ഇങ്ങനെയാണോ? ചന്തിക്ക് കമ്പി കുത്തി കയറ്റിയ ചിക്കനൊക്കെ ചുരുട്ട് കൂട്ടി തിന്നിട്ടല്ലയോ എല്ലാവർക്കും അസുഖമാന്നേ. ഞങ്ങള് 12 മക്കളാ. എന്റെ അമ്മയുടെ കാലത്ത് ഇച്ചിരി പഴങ്കഞ്ഞി വെള്ളവും കുടിച്ചേച്ചേ പാടത്ത് കൊയ്യാൻ അങ്ങിറങ്ങും. കൊയ്തോണ്ടിരിക്കുമ്പം പ്രസവ വേദന വരും. ആ വരമ്പത്തോട്ട് കയറി ഇച്ചിരി നടന്ന് ആ മരത്തിന്റെ കീഴിലോട്ട് പോകും, പെറും, തിരിച്ചിറങ്ങി വരും, പിന്നെയും കൊയ്യും. കൊയ്തോണ്ടിരിക്കുമ്പം വീണ്ടും പ്രസവ വേദന വരും. ആ വയലിന്റെ വരമ്പത്തോട്ട് കയറും, അങ്ങോട്ട് പോയി പെറും, തിരിച്ചിറങ്ങി വരും, പിന്നെയും കൊയ്യും. ഇങ്ങനെ ഉണ്ടായതാ ഞങ്ങള് 12 പേര്. ഞാൻ അറിയാൻ മേലാത്തോണ്ട് ചോദിക്കുക, നിങ്ങളുടെ അമ്മച്ചി വയലിൽ പോകുന്നത് കൊയ്യാനാണോ അതോ പെറാനാണോ? കൊയ്യും. അപ്പനെ അമ്മയും തെണ്ടി ചങ്ങ് തിന്നങ്ങ് പഠിച്ചു പോയി. എന്റെ ദൈവമേ, ഈ മെമ്പർ അലച്ചല്ലി ഓടി ഇങ്ങോട്ട് എന്തിനാ വരുന്നേ? ഞാൻ എന്തെങ്കിലും കാണിച്ചിട്ടാണോ? കുഞ്ഞുമോനെ, എന്തുവാ അമ്മച്ചി എന്തിയേ? അമ്മച്ചകത്തുണ്ട്. എന്തുവാ? വിളിക്കുക ഭാഗ്യദേവതേ. ഭാഗ്യദേവത? അമ്മച്ചക്ക് എന്തോ ലോട്ടറി അടിച്ചോ? ആ കുഞ്ഞുമോനെ, അടാ കഴിഞ്ഞ ആഴ്ച അമ്മച്ചി പഞ്ചായത്ത് ഓഫീസിൽ വന്നില്ല പെൻഷന്റെ കാര്യത്തിന്. അമ്മച്ചി വന്നപ്പോ ഞാൻ പറഞ്ഞു, അമ്മച്ചി മോഹൻലാലിന്റെ ബർത്ത്ഡേ ആണ്, മോഹൻലാലിന് ഒരു ആശംസ പറഞ്ഞു അയക്കണേന്ന് പറഞ്ഞു. അമ്മച്ചി പറഞ്ഞു, പിന്നെന്താ മോനെ ഞാൻ അയക്കാന്ന്. ഞാൻ എന്റെ ഫോൺ എടുത്ത് ഫേസ്ബുക്കിൽ ലൈവായിട്ട് ഇട്ടം കൊടുത്തു. അമ്മച്ചിയാണെങ്കിൽ ലാലേട്ടന്റെ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ തൊട്ട് തുടരും സിനിമ വരെ എല്ലാ വാക്കുകളും വെച്ചൊരു പാട്ട് അങ്ങ് കീച്ചു. എന്നിട്ടേ അമ്മച്ചി ലാസ്റ്റ് ഒരു ഡയലോഗ് പറഞ്ഞു, എന്തുവാ? എനിക്ക് മരിക്കുന്നതിന് മുമ്പ് ലാലേട്ടനെ ഒന്ന് കാണണമെന്നാണ് ആഗ്രഹം. എടാ, ഇതങ്ങ് വൈറലായി. അല്ലെ, കുഴപ്പമില്ലോണ്ടോ? ഒരു കുഴപ്പമില്ല. ലാലേട്ടൻ കണ്ട് കുറച്ചു മുമ്പേ മോഹൻലാലിന്റെ മാനേജർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞ്, മോഹൻലാൽ സാർ ഇങ്ങോട്ട് വരുന്നുണ്ട്, അതുകൊണ്ട് അവിടുത്തെ ഒരുക്കങ്ങളൊക്കെ റെഡി ആക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്റെ ദൈവമേ, മോഹൻലാല് ഇങ്ങോട്ട് വരുന്നുണ്ട് നിന്റെ അമ്മച്ചിയെ കാണാൻ. ഞാനിതിപ്പോ ആരോടൊക്കെ അമ്മച്ചിയെ വിളി. അമ്മച്ചയോ, എനിക്ക് വയ്യ. അമ്മച്ചി അകത്തില്ലേ നിൽക്കുന്നേ, പിന്നെ നിന്നെ ഫോണിൽ തോണ്ടുന്നേ? ഞാൻ ആദ്യം എന്റെ പെണ്ണുമ്പിള്ളെ വിളിച്ചു പറയട്ടെ. പിണങ്ങി പോയി അവളിങ്ങി തിരിച്ചു വരുമല്ലോ ഇത് കേൾക്കുമ്പോ. അയ്യോ, മുറുക്കാനൊക്കെ ചവച്ച് വരുവാന്നോ? നീ അങ്ങോട്ട് ഇങ്ങോട്ടൊന്നും നില്ല ഭാഗ്യദേവതേ. എന്തുവാടാ? കഴിഞ്ഞ ആഴ്ച
ലാലേട്ടന്റെ ബർത്ത്ഡേക്ക് അമ്മച്ചി ഒരു വീഡിയോ വെച്ചിട്ട് കൊടുത്തില്ലയോ? അത് ലാലേട്ടൻ കണ്ട്. ആ അമ്മച്ചിയെ കാണാൻ ലാലേട്ടൻ ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന്. ചുമ്മാ കള്ളം പറയാം. അമ്മച്ചി സത്യം സത്യമാണോടാ? സത്യമായിട്ടും അമ്മച്ചിയെ കാണാൻ വരുന്നു. അയ്യോ അമ്മച്ചി, അമ്മച്ചി അമ്മയെ തട്ടിപ്പോയ അമ്മേ. അയ്യോ അമ്മച്ചി, അമ്മച്ചിക്ക് തോന്നി. ഞാൻ പറഞ്ഞു ലാലേട്ടൻ കാണാൻ വരുന്നു പറഞ്ഞു. ഇതൊക്കെ ഒറ്റയടിക്ക് പറയാൻ കൊള്ളാവോ? ദൈവമേ, ഇത് ചത്തോ എന്തോ. അമ്മച്ചി എന്തുവാടാ? അമ്മച്ചിയുടെ വായിന്ന് ചോരയൊക്കെ വരുന്നടാ. എടാ പ്രാന്താണ്, മുറുക്കാനാ. അമ്മച്ചി ഒരു പെട്ടിയാട്ട കൊള്ളാനുള്ള മുറുക്കാണ്ട് ഈ തള്ളയുടെ വായിക്കാത്ത. അമ്മച്ചി, അമ്മച്ചി, അമ്മ വഴിമാറട മുണ്ടക്കൽ ശേഖര. എന്താടോ വാര്യര് താൻ നന്നാവാത്തേ? വരയുടെ ശല്യം ഉണ്ടെന്നാ ഡോക്ടർ പറഞ്ഞേ. ശേഖരൻകുട്ടി, ഈ നസ്രാണിയെ നീ എന്ന് കൂടെ കൂട്ടിയോ അന്നു മുതൽ നിന്റെ പതനം തുടങ്ങി. ഏയ് ഇത് കിളി പോയി നിൽക്കുവാ. ഷോക്കടിപ്പിച്ചാ ഇപ്പൊ രക്ഷപ്പെടാം. ഞാൻ എവിടെ കൊണ്ട് ഷോക്ക് അടിപ്പിക്കാനാ? ഐഡിയ ഉണ്ട്. അമ്മച്ചി തൂണ്ടിന്റെ പ്ലഗ് കണ്ട, അതിനകത്തൊന്ന് കൈയിട്ടൊന്ന് കറക്കാമോ? ഒരു സാധനം എടുക്കാനാ. ഉപദേശമൊക്കെ കൊള്ളാം മാഷേ, ആഹാ. പക്ഷെ അതിലൊരു പ്രശ്നമുണ്ട്. എന്തുവാ? നിന്റെ തന്തയല്ല ഒതുക്കത്തി ഒരു തന്തയ്ക്കുള്ളി കിട്ടിയപ്പോ സന്തോഷമായല്ലോ. നീ ചെന്ന് നിന്റെ കൂട്ടത്തോട് പറയടാ, ഒറ്റയാൻ വീണ്ടും കാട് കയറിയെന്ന്. അമ്മച്ചി ജീവിക്കാനുള്ളൊരു കൊതി കൊണ്ട് പറയാ, എന്നെ കൊല്ലാതിരിക്കാൻ പറ്റുമോ? അമ്മച്ചി, അമ്മച്ചി, അമ്മച്ചി. എടാ മക്കളെ, ലാലേട്ടൻ വരുന്നടാ നമ്മുടെ വീട്ടില്. ലാലേട്ടൻ വരുന്നെന്ന് പറഞ്ഞപ്പോഴേ ലാലേട്ടന്റെ കഥാപാത്രങ്ങളൊക്കെ വന്ന് എന്റെ മേത്തോട്ടങ്ങ് കേറുന്നടാ. ഞാൻ ഒരു കാര്യം പറയാം, എന്തുവായാലും ഈ വീട്ടിനകത്ത് ലാലേട്ടൻ വരാനുള്ള സാധ്യതയില്ല. അമ്മച്ചിയും കൊച്ചുമോനും കൂടെ നേരെ എന്റെ വീട്ടിലോട്ട് വാ. മോഹൻലാൽ അവിടെ വരും, നിങ്ങൾക്ക് ആഹാരം കഴിക്കാം. മോഹൻലാലിനെ എങ്ങനെ നിങ്ങൾക്ക് പോവുകയും ചെയ്യാം. അതൊക്കെ മനസ്സിൽ വെച്ചിരുന്നാ മതി. മോഹൻലാലിനെ അങ്ങേരുടെ വീട്ടിൽ കൊണ്ടുള്ള പരിപാടിയാ. അതൊന്നും വേണ്ട, അതൊന്നും വേണ്ട. ലാലേട്ടൻ ഇവിടെ വരും. പാവങ്ങളെയൊക്കെ നല്ലപോലെ മനസ്സിലാക്കുന്ന ആളാ എന്റെ ലാലേട്ടൻ. വീടൊക്കെ ഒന്നും വൃത്തിയില്ല. അതെ, എടാ, നീ ഒരു കാര്യം ചെയ്യ. ലാലേട്ടൻ വരുന്നല്ലേ, നമ്മുടെ വീട് മൊത്തം അങ്ങ് പെയിന്റ് അടിച്ചു. അതെ, പെയിന്റ് അടിക്കാൻ എന്റെ എവിടെ കാശ്? പൈസയുടെ കാര്യമൊന്നും നീ ആലോചിക്കണ്ട. എന്റെ ഈ മാസത്തെ പെൻഷൻ മുഴുവൻ അങ്ങ് എടുത്തു. 1600 രൂപയ്ക്ക് ഞാൻ 4 പണിക്കാരെ 2 ദിവസം നിർത്തി മൊത്തം വൃത്തിയാക്കാൻ ഈ ലാലേട്ടൻ വരുമ്പോഴേ കുടിക്കാൻ എന്തെങ്കിലും കുടിക്കാൻ കൊടുക്കണ്ടേ? പിന്നെ കുടിക്കാൻ കൊടുക്കണം. ലാലേട്ടൻ എന്തുമായിരിക്കും കുടിക്കുന്നത്? എന്റെ അറിവില് ലാലേട്ടൻ മുട്ടനാട്ടിലെ ചങ്കില ചോരയാണ്. നീ ഒരു കാര്യം ചെയ്യും, ഒരു മുട്ടനാടിനെ വിടി, ചങ്കില ചോര പുള്ളിക്ക് കൊടുക്കാം, മുട്ടനാടിനെ നമുക്ക് ഒരു മട്ടൻ ചാപ്സ് കൊടുക്കാം. അതൊന്നും വേണ്ട, ഒരു നല്ല ചായ അങ്ങോട്ട് കൊടുക്കാം. പിന്നെ ഗോതമ്പ് പൊടി കുഴച്ചിട്ട് എന്റെ ഈ കൈ കൊണ്ട് ഇലക്കകത്ത് ഇങ്ങനെ പരത്തിട്ടാണ്ട് അട അങ്ങോട്ട് കൊടുക്കും. അമ്മച്ചി പറഞ്ഞൊരു കാര്യമുണ്ട്, നമുക്ക് സ്ട്രോങ് ചായ കൊടുക്കാം. എന്നിട്ട് ഇച്ചിരി ബദാം പരിപ്പ്, ഇവിടെ ഇച്ചിരി കാഷ്വാലിറ്റി നെറ്റ് കൊടുക്കാം. കാഷ്വാലിറ്റി നെട്ടല്ല, ക്യാഷ് നെറ്റ്. ഞാൻ ഡേറ്റ് കഴിഞ്ഞതിന്റെ കാര്യം പറഞ്ഞു. അപ്പൊ അത് മതി. അപ്പൊ ആഹാരത്തിന്റെ കാര്യത്തിൽ തീരുമാനം. വേറെ പ്രശ്നമുണ്ട്, അവർ വരുന്നവർക്ക് എല്ലാവർക്കും കൂടി ഇരിക്കാനേ കുറച്ച് കസേര 2-3 മേശയൊക്കെ വേണം. നിങ്ങൾ പേടിക്കണ്ട, എന്റെ വീട്ടിൽ നിന്ന് എടുക്കാം. പുത്തൻ തന്നെ മേടിക്കണം. പുത്തൻ മേടിച്ചിടണം കൊച്ചുമോനെ. അതെ, ഈ മോഹൻലാൽ വന്ന് അമ്മച്ചയും കണ്ട് ചായയും കുടിച്ചിട്ട് അങ്ങ് പോവോ അതോ എന്തെങ്കിലും കൊടുക്കൂ? കിട്ടൂടാ. ഈ പ്രായമായ അമ്മയ്ക്കായോണ്ട് ഈ മരുന്ന് വാങ്ങിക്കാൻ കുറഞ്ഞത് 50,000 രൂപയെങ്കിലും കൊടുക്കും. പലിശക്ക് എടുക്കുവോ? അത് തന്നെ എടുക്കും. ലെഫ്റ്റനന്റ് കേരള ആയതുകൊണ്ട് ചിലപ്പോ തുകയൊന്ന് കൂടും. നീ പലിശക്ക് പൈസ ആവശ്യമില്ല. എടാ കൊച്ചുമോനെ, നീ ഒരു കാര്യം ചെയ്യാൻ, മിറ്റമല്ല നല്ലപോലെ ഒന്ന് തൂത്തിടണം. പിന്നെ ഈ വാറാമാല എല്ലാം അടിക്കണം. എന്നിട്ട് നല്ലപോലെ തൂത്ത് തുടച്ച് എന്നും സൂക്ഷിക്കണം വരുന്നവരെ. ഞാനോ? നീ ലാൽ സാർ എന്ന് വരുമെന്നാ പറഞ്ഞേ? ലാൽ സാർ എന്ന് വരും എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ഷൂട്ടിംഗ് നടക്കുന്നുണ്ട്. അത് 2 മാസം ഇവിടെ ഉണ്ട്. അതിൽ ഏതെങ്കിലും ഒരു ദിവസം ഇവിടെ വരുമെന്നാ മാനേജർ വിളിച്ച് പറഞ്ഞു. കൃത്യമായിട്ട് ഡേറ്റ് പറഞ്ഞിട്ടില്ല? പറഞ്ഞില്ല, ഏതെങ്കിലും ഒരു ദിവസം ഇവിടെ വരുമെന്ന് പറഞ്ഞു. എന്റെ പൊന്ന് ലാലേട്ടാ, എത്രയും പെട്ടെന്ന് ഇങ്ങോട്ടൊന്ന് വരണേ. ഇല്ലെങ്കിൽ ഈ തള്ള ഈ വീട്ടുജോലി മൊത്തം എന്നെ കൊണ്ട് ചെയ്യും. അതോടെ എന്റെ കട്ടപ്പാട് അവിടെ തുടരും. തുടരുവെന്നല്ലടാ, ലാലേട്ടന്റെ സിനിമയാ തുടരും. അത് കറക്റ്റാ. നല്ല സ്കിറ്റായിരുന്നു ഇത്. ലാലേട്ടൻ ഫാൻസിന് എല്ലാവർക്കും വേണ്ടിയിട്ട് നമ്മൾ ഇത് ഐറ്റം വേറെ ഡെഡിക്കേറ്റ് ചെയ്യുന്ന ഒരു സ്കിറ്റ് ആക്കുന്നത്. ബിജുക്കുട്ട ചേട്ടാ,
ഈ സമയത്ത് എന്തുകൊണ്ടും ഇത് തുടങ്ങാൻ അനുയോജ്യനായ ആള് വിജയകുട്ട ചേട്ടനാണ്. ചോട്ടാ മുംബൈ 4K റിലീസ് ആയിരിക്കുന്ന സമയമാണ്. പ്ലീസ്. പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഇത് യൂട്യൂബിലൊക്കെ നമ്മൾ കാണാറുണ്ട്. വയസ്സായ ആളുകൾ ലാലേട്ടനെ കാണാൻ ആഗ്രഹിക്കുന്നു, അപ്പൊ ലാലേട്ടൻ ചെല്ലുന്നു, മമ്മൂക്കൻ ചെല്ലാറുണ്ട് അങ്ങനെ. അപ്പൊ അത് നമ്മൾ യൂട്യൂബിലൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലും നമ്മൾ നേരിട്ട് അനുഭവിക്കണം ഇപ്പോഴാണ് കേട്ടോ. അത് മനോഹരമായിട്ട് നിങ്ങൾ 3 പേരും നല്ല ഗ്രാൻഡായിട്ട് കൈകാര്യം ചെയ്തു. മീനാക്ഷി അല്ലേ, നല്ല അടിപൊളിയാണ്. കാരണം ഇന്ന് എടുത്തു പറയേണ്ട കാര്യമില്ല, കാരണം 3 സ്റ്റേറ്റ് അവാർഡ്. അതെ. അപ്പൊ അത് എനിക്ക് ഇവിടെ നമ്മളുടെയൊക്കെ ഒരു അഡ്വൈസ് നിങ്ങൾക്ക് വേണമെന്നില്ല, എങ്കിലും നമ്മൾ ഇരിക്കണോണ്ട് പറയാണ്, അടിപൊളിയാണ്, വേറെ ഒന്നും പറയാനില്ല. ലാലേട്ടനെ കാണുമെന്ന് പ്രതീക്ഷിച്ച് അതേപോലെയായിരുന്നു നിങ്ങളുടെ പ്രകടനം. കാരണം പിന്നെയും നമ്മൾ ആലോചിച്ച് 4ാമതൊരാൾ ഇതിനകത്ത് വരില്ലല്ലോ. അപ്പൊ അങ്ങനെ ആഗ്രഹിക്കാൻ പറ്റിയൊരു സ്കിറ്റായിരുന്നു. അപ്പൊ ക്ലൈമാക്സ് എനിക്ക് തോന്നുന്നത് പടയെന്നായിപ്പോയി എന്നുള്ളൊരു വിഷമം മാത്രമേ ഉള്ളൂ. നല്ല ക്ലൈമാക്സ് ആണ്, ഒരു എന്നുള്ളൊരു സാധനം കിട്ടിയില്ല എന്ന് മാത്രമേ ഉള്ളൂ. ആ സ്ലോ ഒഴുക്കിനനുസരിച്ചുള്ളൊരു ക്ലൈമാക്സ് ആയിരുന്നു. ബാക്കി എല്ലാം നല്ല ഗ്രാൻഡായിരുന്നു, ഭയങ്കര ഇഷ്ടമായിട്ടാ. എനിക്ക് ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു നസീർക്ക. നിങ്ങൾ ഈ വേദിയിൽ ക്ലച്ച് പിടിച്ചു എന്നുള്ളതാണ് സത്യം. ഈ വേദിയിൽ ഇത്രയും ആൾക്കാരുടെ കൂടെ നിന്ന് ക്ലച്ച് പിടിച്ച് വരിക എന്ന് പറഞ്ഞൊരു ഭാരിച്ച ജോലിയാണ്. ആ ജോലിയിലേക്ക് നേടണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള സ്ക്രിപ്റ്റുകൾ നമ്മുടെ കയ്യിൽ വേണമെന്നുള്ളതാണ്. അപ്പോൾ അതിനനുസരിച്ചുള്ള മാറ്റർ കിട്ടി. നല്ലൊരു കണ്ടൻ്റ് ആയിരുന്നു കേട്ടോ. ആ കണ്ടൻറ്റ് നിങ്ങൾ വളരെ മനോഹരമായിട്ട് അവതരിപ്പിക്കുകയും ചെയ്തു. മീനാക്ഷി ചേച്ചി നല്ല രസമായിരുന്നു കേട്ടോ. നല്ല മോഡുലേഷൻ. ആ നാടകത്തിൽ ചെയ്തിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് അത് ഇതുമായിട്ട് ബന്ധമില്ലാത്ത രീതിയിൽ ഇവിടെ അവതരിപ്പിച്ചു എന്നുള്ളതാണ്. നാടകം വേറൊരു പാറ്റേൺ, ഇത് സ്കിറ്റുകൾ കളിക്കുന്ന വേറൊരു പാറ്റേൺ ആണുള്ളൂ. ആ രണ്ടും തരം തിരിച്ച് ഇവിടെ അഭിനയിച്ചു എന്നുള്ള ഒരു നല്ല അഭിനേത്രിക്ക് മാത്രമേ ആ ഒരു ഇത് കിട്ടുകയുള്ളൂ. അതേപോലെ മെമ്പറും പിന്നെ നമ്മുടെ കൊച്ചുമോനുമൊക്കെ ആയിട്ട് അഭിനയിച്ചു. 3 പേരും ഗംഭീരമായിരുന്നു. ഒരുപാട് TV ചാനലുകൾ ഒരുപാട് സ്കിറ്റുകൾ നടക്കുന്നുണ്ട്. അതിൽ നിന്നൊന്ന് മാറി നിൽക്കാൻ ഇത് ഐറ്റം വേറെ എന്ന് പറയുന്ന ഷോ ഇതിൽ നിന്ന് മാറി നിൽക്കാനുള്ള മെയിൻ കാരണം ഇവിടെ വരുന്ന സ്കിറ്റുകളുടെ മേന്മ തന്നെയാണ്. അപ്പോൾ ഇവിടെ വരുന്ന ആർട്ടിസ്റ്റുകളും അതേപോലെ തന്നെ കഷ്ടപ്പെട്ട് നല്ല നല്ല ത്രെഡുകൾ നല്ല കൗണ്ടറുകളൊക്കെ ആയിട്ട് വീണ്ടും വരിക. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു നസീർക്ക. ചേട്ടാ, പാട്ടിലൂടെ ലാലേട്ടന് ഡെഡിക്കേഷൻ കൊടുക്കാറുണ്ട്, ഡാൻസിലൂടെ ഒക്കെ നമ്മൾ കൊടുക്കുന്നത് കണ്ടിട്ടുണ്ട് ഷോസിനൊക്കെ. പക്ഷെ സ്കിറ്റിലൂടെ ലാലേട്ടന് കൊടുത്ത ഏറ്റവും മികച്ച ഒരു ഡെഡിക്കേഷൻ. കാരണം നിങ്ങളൊന്നും ലാലേട്ടനെ അനുകരിക്കാതെ ആ ചേച്ചിയെ കൊണ്ട് ചെയ്യിപ്പിച്ചു എന്നുള്ളതാണ്. അതാണ് ഏറ്റവും വലിയ ഡെഡിക്കേഷൻ. ഇപ്പൊ സംക്രാന്തി പറഞ്ഞത് ഒരു കാര്യമുണ്ട്, അത് ശരിക്കും നോട്ട് ചെയ്തിട്ടുണ്ട് ഒരു കാര്യമാണ്. കാരണം നാടകത്തിൽ കളിച്ചവർക്ക് ഈ ട്രാക്കിലേക്ക്, അതായത് സ്കിറ്റിന്റെ ട്രാക്കിലേക്ക് വരാൻ ബുദ്ധിമുട്ട്. എനിക്ക് തോന്നുന്നു ചേച്ചിക്ക് സിനിമ എന്ന ട്രാക്കിലും നിസ്സംശയം ഉറപ്പായിട്ടും ചെയ്യാൻ കഴിയും. കാരണം മറ്റൊന്നുമല്ല, അങ്ങനെ തെളിയിച്ചിട്ടുള്ളവരാണ് തിലകൻ ചേട്ടനും വേണുചേട്ടനും. അതായത് മോൾഡ് ചെയ്യപ്പെടാൻ സാധ്യതയുള്ളൊരു ആർട്ടിസ്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് ആർക്കും മോൾഡ് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ ബിൻരാജും ഒട്ടും സ്കിറ്റിന്റെ സ്റ്റൈലേ അല്ല കളിച്ചത് കേട്ടോ. നല്ല, അതായത് സ്വതസിദ്ധമായ ആരും അനുകരിക്കാത്തൊരു ഇതായിരുന്നു. മെമ്പറും കറക്റ്റ് കാസ്റ്റിംഗാണ്. അപ്പോൾ നാടകത്തിൽ നിന്നും ഇതിലേക്ക് സ്വിച്ച് ഓഫും സ്വിച്ച് ഓണും ചെയ്യാൻ പറ്റുകയാണെങ്കിൽ തീർച്ചയായിട്ടും വലിയ സ്ക്രീനിലും വരും എന്നുള്ള യാതൊരു സംശയവും. ഒരു കാര്യം ചോദിച്ചോട്ടെ, വീട്ടില് ആരൊക്കെയാ ഉള്ളത്? മോന് 3 മക്കളും ഭാര്യയും, പിന്നെ മോള് മകന്റെ ഭാര്യ, മോക്ക് ഒരു കുഞ്ഞുവാവ, ഭർത്താവ്. ചേട്ടൻ മരിച്ചുപോയതാ. മക്കൾ എന്ത് ചെയ്യുന്നു? എന്താ ചെയ്യുന്നത്? മോന് പെയിന്റിംഗ് ഒക്കെയാണ്, മോള് ഒന്നും ചെയ്യുന്നില്ല. അപ്പൊ ശരിക്കും പറഞ്ഞാല് ഈ കോസ്റ്റ്യൂമിൽ കാണുന്ന പോലതൊക്കെ തന്നെയാണ്. ഒരു സ്ഥലം എവിടെയാണ്? സ്ഥലം ഞാൻ കോട്ടയംകാരിയാണ്, പക്ഷെ താമസിക്കുന്ന തിരുവനന്തപുരത്ത് കാട്ടാക്കടയിലാണ്. ചേട്ടൻ ഭർത്താവിന് എന്തായിരുന്നു ജോലി? പുള്ളി മദ്രാസില് ഗിറ്റാറിസ്റ്റ് ഒക്കെ ആയിരുന്നു. ഓ, കലാകാരനായിരുന്നു അപ്പൊ അല്ലേ? ഓക്കെ. ഈ നാടകത്തിൽ എത്ര വർഷമായിട്ട് ചേച്ചി? ഞാൻ 32 വർഷമായി. 1983 തൊട്ട് ഹൈസ്കൂളിൽ പഠിച്ചോണ്ടിരുന്നപ്പോ തൊട്ട് നാടകത്തിൽ. അപ്പൊ എന്നല്ല, അടുത്ത പ്രാവശ്യം വരുമ്പോ ഈ പറഞ്ഞ എല്ലാവരും കൊണ്ടുവരുമോ ചേച്ചി? എല്ലാവരും കൊണ്ടുവരാം. അതൊരു ഓപ്പർച്യൂണിറ്റി ആണ്. നമുക്കും കൂടി കാണാൻ ആഗ്രഹമുള്ളത് കൊണ്ടാണ്. അപ്പൊ എല്ലാവരുമായിട്ട് അടുത്ത പ്രാവശ്യം വന്നോട്ടാ. അടുത്ത പ്രാവശ്യം വരുമ്പോൾ എല്ലാവരും കൊണ്ടുവരണം, അതിൽ യാതൊരു സംശയമില്ല. അവരുടെ ചെലവുകളും ഭക്ഷണവും എല്ലാം ബിജുക്കിട്ടൻ ചെയ്യുന്നതായിരിക്കും. അല്ല, എനിക്ക് സന്തോഷമുള്ളൂ, ഞാൻ ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. അവർക്ക് ഭക്ഷണം, അവരോ ഡയറ്റിങ്ങിലാണ് സാമ്പാർ. ആ കാര്യത്തിലൊന്നും ടെൻഷൻ അടിക്കണ്ട. ഇവരുടെ സ്കിറ്റിന്റെ എമൗണ്ട് അങ്ങോട്ട് കൊടുത്താൽ അവർ നമുക്ക് അവരുടെ ആൾക്കാരൊക്കെ കൊണ്ടുവരും. നിങ്ങൾ ആദ്യം ചെയ്യും, ആദ്യം അവർക്ക് അർഹിച്ച എമൗണ്ട് മാർക്ക് അങ്ങോട്ട് കൊടുക്കുക. അതെ. ഞാൻ കണ്ണും പൂട്ടി 16,000 രൂപ. ചേട്ടാ, ഞാൻ 1 രൂപ കൂട്ടുകയാണ്. 1000 രൂപ, 17,000. അപ്പോ 33,000 രൂപ ആയിട്ടുണ്ട് പോലെ അല്ലേ? ലേലമാണ്. ഞാൻ ലേലം അങ്ങോട്ട് ഉറപ്പിക്കുകയാണ്. ടോട്ടൽ എമൗണ്ട് 60,000 രൂപ.
ആയി. നല്ല എമൗണ്ട് ആണ്. അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഇതിലും കൂടുതൽ വാങ്ങിക്കാം. അല്ല ഓക്കെ, ഓരോ ചവിട് മുമ്പോട്ടാണ്. അതെ അതെ അതെ. അപ്പൊ ഉഷാറാട്ടെ. അടുത്ത പ്രാവശ്യം ഫാമിലി എല്ലാരും കൊണ്ടുവരണം കേട്ടോ. ഓക്കെ, നമ്മളും ഓക്കെ. അപ്പൊ നല്ലൊരു കൈയടി. ഫ്ലവേഴ്സ് കോമഡി ഇത് ഐറ്റം വേറെ. അടുത്ത ടീം റെഡിയാണ്. മനു കുമാരി ഉണ്ട്, ബിജു ചേട്ടനുണ്ട്, കൂടെ ദീപ്തി ഉണ്ട്. നല്ല കൈയടി. ഹലോ, അമ്മണി ഡ്രൈവിംഗ് സ്കൂൾ പ്രൊപ്പറേറ്റർ അമ്മണി പിള്ളയാണ് സംസാരിക്കുന്നത്. പറഞ്ഞോളൂ. വണ്ടി ഓടിക്കാൻ പഠിക്കണോ? അയ്യോ, ഒരു കുഴപ്പമില്ല, നാളെ തന്നെ ഇങ്ങോട്ട് പോന്നേക്ക്. എക്സ്പീരിയൻസ് ഉണ്ടോന്നോ? ഇവിടെയുള്ള ഒരുപാട് ചെറുപ്പക്കാരുടെ കൈ തെളിയിച്ചത് എന്റെ അമ്മണിയാണ്. ഓക്കെ, ഒരു കുഴപ്പമില്ല, ധൈര്യമായിട്ട് ഇങ്ങോട്ട് പോന്നേക്ക്, നാളെ തന്നെ പോന്നേക്ക്. ഓക്കെ. ഹായ് ചേട്ടാ. ഹായ്. 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 സൈലൻസർ എടുക്കാൻ പറ്റുമോ ഇവിടുന്ന്? അയ്യോ, എന്റെ വണ്ടിയുടെ സൈലൻസർ ഞാൻ ആർക്കും കൊടുക്കുന്നില്ല. എന്താ കാര്യം? അതല്ല, നമ്മള് വണ്ടി ഓടിച്ച് ഇങ്ങനെ ടെസ്റ്റിനൊക്കെ പോകുമ്പോ അവിടെ നിന്ന് കിട്ടുന്ന ആ സൈലൻസർ, അത് ഇവിടെ നിന്ന് എടുക്കാൻ പറ്റില്ലേ? ലൈസൻസ് എന്നാണോ ഉദ്ദേശിച്ചത്? അതന്നെ അതന്നെ അതന്നെ. കുട്ടി, കുട്ടി ഇട്ടിരിക്കുന്ന ഈ പാന്റ് കണ്ടോ? അത് നമുക്ക് കാശ് കൊടുത്ത് മേടിക്കാൻ പറ്റും. ഈ ഇട്ടിരിക്കുന്ന ഉടുപ്പും നമുക്ക് കാശ് കൊടുത്ത് മേടിക്കാൻ പറ്റും. ഓ ശരി. പക്ഷെ കാശ് കൊടുത്താൽ കിട്ടാത്ത ഒരേ ഒരു സാധനം ഉള്ളൂ. എന്തേട്ടാ? വിവരം. അതുണ്ടായിരുന്നെങ്കിൽ ഇമാതിരി സാധനം ഇപ്പൊ എന്റെ അടുക്ക് വന്ന് പറയത്തില്ലായിരുന്നു. എന്താ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? ഞാൻ സൈലൻസ് എടുക്കാനായിട്ട് ഞാൻ സ്കൂളിലൊക്കെ പോയി നന്നായി പഠിച്ചിട്ടുണ്ട്. ആണോ? ഏത് സ്കൂളിലാണ് പഠിച്ചത്? ഞാൻ ചാണ്ടിച്ചൻ മെമ്മോറിയൽ HSS ചേർത്തലയിലാണ് പഠിച്ചത്. +2 പഠിച്ച കാര്യമല്ലേ ചോദിച്ചത്? ഡ്രൈവിംഗ് സ്കൂളിനെ കുറിച്ച് എന്തറിയാം? ഡ്രൈവിംഗ് ആണെങ്കിൽ ഞാൻ യൂട്യൂബ് നോക്കിട്ടാ പഠിച്ചത്. യൂട്യൂബ് നോക്കി പഠിക്കുന്നത് തന്നെ മീൻകറിയാണ്. മീൻകറിയല്ല, യൂട്യൂബ് നോക്കി നല്ല സൂപ്പർ ആയിട്ട് പഠിച്ചിട്ടുണ്ട്. എന്റെ പൊന്നു കൊച്ചെ, ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ. അതായത് 45 ദിവസം ക്ലാസ്സിന് വരെ അറ്റൻഡ് ചെയ്തിട്ട് ഇവിടെ ഓരോരുത്തന്മാരെ ഒന്ന് കമ്പി ഇടിച്ച് പൊളിച്ചാണ് പുറത്തു പോകുന്നത്. അപ്പോഴാണ് യൂട്യൂബ് നോക്കി പഠിച്ചിട്ട് ഒരാൾ എങ്ങനെ ഏറ്റെടുക്കും പറയുന്നത്. അതൊക്കെ ഞാൻ എടുക്കും, അതൊക്കെ സിമ്പിൾ പരിപാടിയല്ലേ. കോഫി അടിക്കും. അതുകൊള്ള 8 താണ്ടെ കയ്യിൽ എഴുതി വെച്ചോണ്ട് വന്നേക്കും. ഇത് 10ാം ക്ലാസ് പരീക്ഷയല്ലേ, ഇടയ്ക്ക് ഇങ്ങനെ നോക്കി കോപ്പി അടിക്കാനായിട്ട്. എന്താ സംഭവം എന്ന് പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ വണ്ടി ഇട്ടെടുത്ത് ഇങ്ങനെ പോണ സമയത്ത് എന്തെങ്കിലും തെറ്റിപ്പോയ മറ്റേ പിള്ളേറിയാണ്ട് ഇങ്ങനെ നൈസായിട്ട് ഇങ്ങനെ നോക്കിട്ട് ഇങ്ങനെ 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 ഇട്ടെടുത്തങ്ങനെ പോവാ. എന്റെ കൊച്ചു, ഞാനൊരു കാര്യം പറഞ്ഞിട്ട് അങ്ങനെ ഒന്നും ചെയ്യാൻ പാടില്ല. ഞാൻ പറഞ്ഞേ, ഇപ്പൊ ഈ ലൈസൻസ് എടുത്തിട്ട് എന്താണ് ഉദ്ദേശം? ഗൾഫിൽ ജോലിക്കൂ. എന്ത് ജോലി? അറബിയുടെ വീട്ടിലെ ഡ്രൈവറായിട്ട് ജോലിക്കൂ. നല്ല വിവരമുള്ള സ്ഥലത്ത് നിന്ന് തന്നെയാണല്ലേ വന്നിരിക്കുന്നത്. പിന്നെ ഈ ടെസ്റ്റിന് വന്ന മറ്റേ സാറില്ലേ, പുള്ളി എങ്ങനെയുണ്ട്? യോ, സത്യം പറയല്ലോ, സാറ് ഭയങ്കര ചൂടനാണ്. എന്റെ ജീവിതത്തിൽ ഇത്രയും ചൂടനായിട്ടുള്ള ഒരാളെ ഞാൻ കണ്ടിട്ടില്ല. യോ, MVD എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തലക്കനമാണ്. അത് ശരിയാ, ചില വീഡിയോ വെച്ചാൽ തലക്ക് ഭയങ്കര ഞാനും അപ്പൂപ്പനെ കൂടി ഡെയിലി ബീഡി വലിക്കണ കാര്യമല്ല പറഞ്ഞത്. MVD, മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ. യോ, സാറെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിണ്ടിയാ ചൂടാവും. കർക്കശക്കാരനാ. ഏത് ജമിനിയാ ജംബോ ഏത് സർക്കസിലാണ്? കർക്കശക്കാരനെന്നല്ല പറഞ്ഞത്, പുള്ളിക്കാരൻ കർക്കശക്കാരനാണെന്ന്. കഴിഞ്ഞ ദിവസം ഇവിടെ ഒരു പെങ്കൊച്ചു വന്നായിരുന്നു. ആ കൊച്ചെന്ന് പറഞ്ഞാൽ എന്റെ ദൈവമേ, ഇതുപോലെ തന്നെ ഒന്നും അറിഞ്ഞുകൂടാ. ഇവിടെ വന്ന് ഞാൻ നേരെ നോക്കാത്തടുത്ത് വണ്ടിക്ക് അറിയുന്നപ്പോഴത്തേക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ അറിയാൻ പറ്റില്ല. വണ്ടി ഓടിക്കാൻ നിന്നപ്പോഴത്തേക്ക് സാറ് പറഞ്ഞു ആണ്ടെ വണ്ടി പറഞ്ഞു താഴ്ത്തു വീണ്. സാറ് നേരെ ആ കമ്പി എടുത്ത് സമാധാനിക്കൂ, ഞാനിവിടെ ഉണ്ടല്ലോ, സമാധാനിപ്പിച്ചു തരാം. മനസ്സിലായോ? പിന്നെ വേറൊരു കാര്യമുണ്ട്. അപ്പൊ അതിന് ചെറിയ ഫീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ ജിപേയിൽ ഇട്ട് കഴിഞ്ഞാൽ ആരെങ്കിലും എടുത്തോണ്ട് പോകും. അതല്ല, ഗൂഗിൾ പേ ഇങ്ങനെ ഫോണിൽ കാശിട്ട് തരാന്ന്. പതുക്കെ ഇട്ടാ മതി, ഒരു ധൃതിയില്ല, പതുക്കെ ഇട്ടാ മതി. സാറിപ്പോ പേപ്പറും കാര്യങ്ങളെല്ലാം എടുത്തു വെച്ചോ. കൊടുക്കൂലേ? വിട്ടുകൊടുക്കൂലെന്ന് പറഞ്ഞാൽ വിട്ടുകൊടുക്കൂല. പിന്നെ MVD ആയിട്ട് നമ്മളെന്തിന് കാണാനായിരിക്കണം? വിട്ടുകൊടുക്കൂല. നിയമം എന്ന് പറഞ്ഞാൽ നിയമം അത്ര തന്നെ. അതല്ലല്ലോ അങ്ങനെ നിയമം എന്ന് പറഞ്ഞാൽ നിയമം അല്ല, പാപ്പനം കൊണ്ടൊന്ന് പറയത്തില്ല. അയ്യോ, അതല്ല ഞാൻ പറഞ്ഞത്. എന്റെ പൊന്നോ, അതായത് 1500 രൂപ പെറ്റി അടിച്ച് വെച്ചിട്ടുണ്ട് ഞാൻ. ഞാൻ സാറിനെ കളിയാക്കിയതല്ല, ദൈവത്തെ ഓർത്ത് എനിക്ക് പെറ്റി അടിക്കരുത്. അയ്യോ, നിങ്ങൾക്ക് പെറ്റി അടിച്ച കാര്യമല്ല പറഞ്ഞത്. വാഹനം ഓട്ടിച്ചപ്പോൾ സീറ്റ് ബെൽറ്റ് ഇടാത്തതിന് 1500 രൂപ പെറ്റി അടിച്ച് കൊടുത്തേ. ആർക്കും അല്ല, എനിക്ക്. ഞാൻ ഇങ്ങോട്ട് വന്നപ്പോ എന്റെ വണ്ടിയിൽ ഞാൻ ഓട്ടിച്ചില്ലേ, സീറ്റ് ബെൽറ്റ് ഇടാൻ മറന്നുപോയി ഞാൻ. അതുകൊണ്ട് എനിക്ക് തന്നെ പെറ്റി അടിച്ചു. നിയമത്തിന്റെ കാര്യത്തിൽ ഞാനോ എന്റെ അച്ഛനോ എല്ലാം കണക്ക് തന്നെ, നിയമം കറക്റ്റ് ആണ്. കൊള്ളാം. എന്തിനാ ഇങ്ങനെ മുടിയൊക്കെ നീട്ടി വളർത്തിയിരിക്കുന്നത്? മുടിയല്ലേ നീട്ടി വളർത്താൻ പറ്റത്തുള്ളൂ, അല്ലാതെ കയ്യും കാലം നീട്ടി വളർത്താൻ പറ്റത്തില്ല. ഓക്കെ. അപ്പൊ ഇന്നത്തെ ടെസ്റ്റിനുള്ള കുട്ടികളെ ഓരോരുത്തരായിട്ട് വരിയായിട്ട് ഒന്ന് പറഞ്ഞു സാറി കൊണ്ടിരുന്നോ? സാർ ഓരോരുത്തരെ വിളിച്ചിട്ടുണ്ട്. ടെസ്റ്റിനുള്ള ഓരോരുത്തരായിട്ട് ഒന്ന് പറഞ്ഞു വിട്ടേ. അല്ല, ഒരു മിനിറ്റ്. എന്താ സാറേ? ചൂടായിട്ട് വീശി തരുന്നു. അല്ല, ഞാൻ എനിക്ക് പേടിയായിട്ട് കൈ വരച്ചിട്ട് ഇങ്ങനെ വന്നു.
എന്തിനാണ് പേടിക്കുന്നത്? ഡ്രൈവിംഗ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ പേടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആകെ ടെൻഷൻ ആവും. ഈസി ആയിട്ട് നമ്മൾ വളരെ സില്ലി ആയിട്ടിരിക്കും. ഒരു മിനിറ്റ് ഇരുന്നോ, കയറി ഇരുന്നോ. എങ്ങനെ ഉണ്ട്? കണ്ട നല്ല സുഖമുണ്ട്. നല്ല സുഖമുണ്ടോ? ഒന്ന് എഴുന്നേറ്റ് മാറുണ്ട്. ഞാൻ ടെസ്റ്റ് ഒന്ന് നടത്തിക്കോട്ടെ. എന്താ കുട്ടിയുടെ പേരെന്താ? എന്റെ പേര് രേഖ. രേഖ എടുക്കൂ. ഓക്കെ. സാറ് രേഖ എടുക്കാൻ പറഞ്ഞു. അയ്യോ, ആ രേഖ എടുക്കാനല്ല പറഞ്ഞത്. ഈ രേഖ കൊണ്ടുവന്ന രേഖകളൊക്കെ എടുക്കാനില്ല. ചുമ്മാ കൈവെക്കാൻ നോക്കുന്നേ. എന്താ കുട്ടി ഇത്? രേഖ, ഭരണിനാൾ, ഭാഗ്യ സൂക്ത, പുഷ്പാഞ്ജലി. എന്താ ഇത്? അത് ഞാൻ ഇത് ടെസ്റ്റ് അല്ലേ, അപ്പൊ അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ചിട്ട് വേഗം കിട്ടാൻ ദൈവത്തിന്റെ അടുത്ത് ഇങ്ങനെ. അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ച ഞാൻ ആരാണെന്ന് മനസ്സിലായ? ആ എനിക്കറിയാം. ആര്? ചേട്ടൻ പറഞ്ഞായിരുന്നു MDMA അല്ലേ? എന്നോട് പറഞ്ഞു MDMA ആണെന്ന് പറഞ്ഞില്ലേ നേരത്തെ? MVD മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ. അങ്ങനെയാണോ? അങ്ങനെയാണ് പറഞ്ഞത്. കുട്ടി അല്ല എന്താന്ന് വിചാരിച്ചത്? അമ്പലത്തിൽ പോയി പുഷ്പാർച്ചനയൊക്കെ നടത്തിക്കൊണ്ട് വന്നു കഴിഞ്ഞാൽ ഇവിടുന്ന് ലൈസൻസ് കിട്ടുമെന്ന് വിചാരിച്ചോ? ലൈസൻസ് കിട്ടുന്നതിന് അതിൻ്റെതായ ചിട്ട. കുഴപ്പമില്ല ടെൻഷൻ ആവണ്ട. ഞാനിവിടെ ഉണ്ടായോ? ഞാനിവിടെ ഉണ്ട്. കൊച്ചു ടെൻഷൻ ആണെങ്കിൽ ഒരു കാര്യം ചെയ്യും. കൊച്ചിന്റെ അഡ്രസ് നോക്കിയിട്ടേ ഒന്ന് അഡ്രസ്സും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞോളാം. ലൈസൻസ് കൊടുക്കണമല്ലോ. അഡ്രസ് അല്ലേ സാറേ? ആ പറഞ്ഞോളൂ. രേഖ, മേലെ കണ്ടത്തിൽ, താഴെ കണ്ടത്തിൽ, ഇടക്കണ്ടത്തിൽ വീട്. മേലെ കണ്ടത്തില്, താഴെ കണ്ടത്തിൽ, ഇടക്കണ്ടത്തിൽ വീട്. ഏതെങ്കിലും ഒരു കണ്ടത്തിൽ വീട് വെച്ചാ പോരെ? എന്റെ അച്ഛനാണ് വീട് വെച്ചത്. അച്ഛനാണ് വെച്ചതെന്ന്? എന്റെ സാറേ, എന്തായാലും ആ കൊച്ചിന്റെ അച്ഛൻ വെച്ചുപോയി. സാറിന് ഇഷ്ടപ്പെട്ടില്ലെന്ന് പറഞ്ഞിട്ട് അത് നീക്കിയെടുത്ത് മാറ്റി വെക്കാൻ പറ്റുമോ? അവിടെ തന്നെ ഇരിക്കട്ടെ. മാറ്റി വെക്കാൻ പറ്റില്ല. അതെ അതെ അതെ. മോളെ വയസ്സ് എത്രയായി? 41. 41. അല്ല 41 എഴുതല്ല, 34 എഴുതിയാ മതി. അതെന്ത്? ഞാൻ ഇപ്പഴാ കല്യാണം കഴിച്ച ആ കെട്ടിയ ചെക്കനോട് 34 എന്നാ പറഞ്ഞേക്കണേ. അപ്പൊ ഭർത്താവിന് എത്ര വയസ്സുണ്ട്? 33. ഒരു വയസ്സിന്റെ ഡിഫറൻസ്. ഈ ഒരു വയസ്സും പറഞ്ഞിട്ട് എന്ത് വഴക്കാണ് സാറേ? അപ്പൊ സാറ് ഇതിൽ 41 എഴുതിയാ ലൈസൻസ് വീട്ടിൽ വരുമ്പോ 41 കണ്ട് കഴിഞ്ഞാൽ അങ്ങനെ എന്റെ 41 നടത്തും വേണ്ട, ശരിയാവൂല. സാറേ പോയാലോ? 41നാ? കാര്യത്തിലോട്ടൊക്കെ പോയാലോ? ഓക്കെ. മോളെ, നമ്മൾ ലൈസൻസിന് ആദ്യം വേണ്ടത് എച്ചെടുക്കണം. അയ്യേ, കണ്ടവന്റെ ചിലെടുത്തിട്ടൊന്നും ഞാൻ ലൈസൻസ് പഠിക്കും. എനിക്ക് വേണ്ട ലൈസൻസ്. എച്ചിലെടുക്കുന്ന കാര്യമല്ല പെണ്ണുപിള്ളയെ പറഞ്ഞത്. എച്ചെടുക്കണം. എന്റെ പൊന്നു രേഖ, ഇയാൾ എന്താണ് വിചാരിച്ചു വെച്ചേക്കുന്നത്? ലൈസൻസ് എന്ന് പറയാൻ ചുമ്മാ അടിച്ചിങ്ങനെ കയ്യിൽ വെച്ച് കൊണ്ടുപോകുന്ന സാധനമാണോ? അപ്പം ചുട്ട് വെച്ചേക്കാണത്. എവിടെയാ ലൈസൻസ്? അടിച്ച് കരഞ്ഞതായിരിക്കും. പേടിക്കണ്ട, എന്നെ പേടിക്കണ്ട. കണ്ട കർക്കശക്കാരനെ പോലെ ഇരിക്കുമെങ്കിലും ഒരു സഹോദരനെ പോലെ കണ്ടോളൂ കേട്ടോ. ശരി കൊച്ചണ്ണ. കൊച്ചണ്ണേ? അയ്യോ, ഞാൻ എന്റെ വലിയ ചേട്ടനെ വലിയ അണ്ണനെന്നും ചെറിയ ചേട്ടനെ കൊച്ചണ്ണെന്ന്. അങ്ങനെ എന്നെ സാറായിട്ട് കണ്ടാ മതി കേട്ടോ. ഇനി നമുക്ക് ഡ്രൈവിംഗിന് അത്യാവശ്യം വേണ്ടത് സിഗ്നൽസ് ആണ്. ഏതൊക്കെ ടൈപ്പ് സിഗ്നൽസ് അറിയാന്നുള്ള കാണിച്ചേ നോക്കട്ടെ. കൊച്ചി ഇതെന്തോന്നത്? ഈ സിഗ്നൽ കാണിച്ചാണ് ഞാൻ എന്റെ ചേട്ടനെ വളച്ചത്. ചേട്ടൻ വളയും, പക്ഷെ വണ്ടി വളയൂല. നമുക്കിനി അടുത്ത് വേണ്ടത് ചിഹ്നങ്ങൾ. ചിഹ്നങ്ങൾ അറിയാം. ചിഹ്നങ്ങൾ അറിയാന്ന് ചില കുട്ടിയൊക്കെ അതുപോലും അറിഞ്ഞൂടാ തന്നെ ഇവിടെ പറഞ്ഞത്. പറ ചിഹ്നം പറ. അരിവാൾ ചുറ്റിയ നക്ഷത്രം, കൈപ്പത്തി, താമര. എന്റെ പൊന്നെ അമ്മിഞ്ഞ ഇതെന്തോ പറയുന്നത്? അമ്മിഞ്ഞ്? പിന്നെ അമ്മിണിപ്പിള്ള കുട്ടി എന്താ പറയുന്നത്? അല്ല, സംഭവം ചിലപ്പോ ടെൻഷൻ കൊണ്ട് ഒരെണ്ണം വിട്ടുപോയതായിരിക്കും. ഒന്ന് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കും. വിട്ടുപോയതാണ്. അതിനകത്ത് ഒരെണ്ണം കൂടെ ഉണ്ട്. പറഞ്ഞോളൂ. ചൂലി. ആണല്ലേ? ആം ആദ്മി പാർട്ടി സംഭവം അതുള്ളതാണ്. ഒരു ചൂല് കിട്ടാൻ വഴിയുണ്ടോ? എന്തിനാ സാറേ? രണ്ടെണ്ണത്തിന് അടിച്ച് ഗ്രൗണ്ടിൽ നിന്ന് വെളിയിൽ കളയാൻ. അപ്പൊ ഞാൻ അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. നമ്മൾ എന്തിനാണ് വണ്ടിയിൽ എല്ല് വെക്കുന്നത്? വണ്ടിയിലല്ലേ സാറേ എല്ല് വെക്കണ? കുടത്തിലല്ലേ? ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണ്ട അമ്മിണി അമ്മാവ. എന്താ പേര്? അമ്മിണിപ്പിള്ള ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി. സംഭവം ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാം. ശ്രദ്ധിച്ച് കേട്ടോളാം. അതായത് നമ്മൾ എന്തിനാണ് എല്ല് വെക്കുന്നത്? നമ്മൾ റോട്ടിലോട്ട് ഇറങ്ങുന്ന സമയത്ത് ഇന്ന് നമുക്ക് ആവശ്യമായിട്ടുള്ള ഒന്നാണ് എല്ല്. കേട്ടല്ലോ? വണ്ടിയും കൊണ്ട് ഇറങ്ങാൻ നേരത്ത്. കാരണം ഏത് സമയത്താണ് എവിടുന്നാണ് പട്ടി വരുന്നതെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല. ഈ പട്ടി വരുന്ന സമയത്ത് നമ്മൾ എല്ലും കഷ്ണം എടുത്ത് പട്ടിക്ക് അങ്ങ് ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കടി കിട്ടില്ല. നമ്മുടെ എല്ല് നമ്മുടെ കയ്യിലുണ്ടാവും, നമ്മുടെ മാംസം അവിടെ തന്നെ ഉണ്ടാവും. അതിനല്ലേ സാറേ എല്ല്? ഈ എത്ര കുട്ടികളുണ്ട്? 2 കുട്ടികളുണ്ട്. ഒരാൾ 3-ലും ഒരാൾ എല്ലിലും. 4-ലും. അതല്ല ഞാൻ ചോദിച്ചത്. ഇവിടെ ഡ്രൈവിങ്ങിന് കൊണ്ടുവന്ന തന്റെ എത്ര കുട്ടികളുണ്ട്? 20 പേര്. 20 പേരെ അടുത്ത മാസം 30-ാം തീയതി വരാൻ പറ. ഇങ്ങനെയല്ലേ പഠിപ്പിക്കുന്നത്? അടുത്ത ഞാൻ വേറെ ക്വസ്റ്റ്യൻ ചോദിക്കാം. നമ്മളിങ്ങനെ റോട്ടേ കൂടെ പോകുമ്പോൾ ഒരു സിഗ്നൽ ലൈറ്റ്, അവിടെ മഞ്ഞ ലൈറ്റ് കണ്ടിട്ടില്ല നമ്മള്? ഈ മഞ്ഞ ലൈറ്റ് ഇങ്ങനെ കത്തുന്നു അണയുന്നു. അത് എന്തിനെ സൂചിപ്പിക്കുന്നു? ലൂസ് മോഷൻ. ലൂസ് മോഷനാ?
ലൂസ് കണക്ഷൻ എന്നാണ് ഉദ്ദേശിച്ചത്. അതെ അതന്നെ 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 അല്ല സാറേ, ഇത് സംഭവം ഞാനും ഇത് എന്റെ ശ്രദ്ധയിൽ പെട്ടിട്ടുള്ളതാണ്. കാരണം പല പ്രാവശ്യം കുട്ടികളെ കൊണ്ട് പോകുന്ന സമയത്ത് ഈ ലൈറ്റ് ഇങ്ങനെ കടിയേം തെളിയും കളയും എന്ന് പറഞ്ഞിട്ട് നിൽക്കുവാണ്. ഒരു വയറ് തിരിച്ചു വെച്ചാൽ വെക്കാവുന്ന കാര്യമുള്ളൂ, അത് കത്തി അങ്ങ് നിൽക്കും. നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് കുറച്ച് അടയാളങ്ങൾ മെയിൻ ആണല്ലോ. നമുക്ക് ഇനി അടയാളത്തിലോട്ട് കിടക്കാം. അതെ, ഞാൻ കുറച്ച് അടയാളങ്ങൾ കാണിച്ചു തരാം. അത് ഏതിന്റെയൊക്കെ അടയാളമാണെന്ന് പറഞ്ഞ് മനസ്സിലാക്കി തന്നു കഴിഞ്ഞാൽ ടെസ്റ്റ് ഈസിയാണ്, ലൈസൻസ് പെട്ടെന്ന് കിട്ടും, പെട്ടെന്ന് വീട്ടിൽ പോവാം. ഈ അടയാളം എന്തിനെ സൂചിപ്പിക്കുന്നു? ഓ സാറേ, ധൈര്യമായിട്ട് പറയണം രേഖ, പറഞ്ഞോ, ഇതെന്തിനെ സൂചിപ്പിക്കുന്നു? കല്യാണം കഴിയുമ്പോ എല്ലാരും ചോദിക്കും വിശേഷം ഒന്നും ആയില്ലേ. ആ സിഗ്നൽ അല്ലേ? അതാണ് ഇത്. അതല്ല ഇത്. പൊന്നുകൊച്ച, ഇത് ഹമ്പിന്റെ സിഗ്നൽ ആണിത്. ഹമ്പിന്റെ ഇതെന്തിനെ സൂചിപ്പിക്കുന്നു? പറ ബുദ്ധിയുണ്ട്. കണ്ടാ മനസ്സിലാവില്ലേ? രണ്ടു പിള്ളേരും കൂടെ ഒളിച്ചോടി പോണു. അതെ, എവിടെ? വെട്ടിങ്ങളൊക്കെ കേട്ട് ഒളിച്ചോടി പോണു രണ്ടെണ്ണം കൂടി. എന്റെ പൊന്നെ, ഇത് എന്റെ തൊട്ടടുത്ത് സ്കൂളുണ്ട്. ഇത് സംഭവം ഇത് ഒളിച്ചോടി പോകുന്ന സംഭവം. പക്ഷെ പിള്ളേർ ഏതാന്ന് മനസ്സിലായില്ല. കാരണം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രമാണ്. എനിക്ക് ആ പെട്ടിയും കൊണ്ട് പോണത് കണ്ടിട്ട് മൊട്ട സുഗണന്റെ മോനാന്ന് തോന്നുന്നു. ഇവിടെ ഇത് സ്കൂളിന്റെ അടുത്ത്, മനസ്സിലായി, സ്കൂള് തൊട്ടടുത്തുണ്ടെന്ന് സൂചിപ്പിക്കുന്ന സിമ്പിളാണിത്. അതാണ്, ഇതൊക്കെ മനസ്സിലാക്കട്ടെ കുട്ടി. അടുത്തൊരു സിമ്പിൾ കാണിക്കാം. ഈ സിമ്പിൾ എന്തിനെ സൂചിപ്പിക്കുന്നു? താമൂസയുടെ മോളിൽ കൂടി ജീപ്പ് പോണു. അവിടെ കളഞ്ഞിട്ട് ഇങ്ങനെയൊക്കെയാണ് ഉത്തരം പറയേണ്ടത്. അല്ല, ഇങ്ങനെയൊക്കെയാണ് ഉത്തരം പറയേണ്ടത്. ഇങ്ങനെ ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ ലൈസൻസ് കിട്ടും. ധാരണ ഉണ്ടോ? ഞാൻ എങ്ങനെയും കരഞ്ഞ കാലടിച്ച് ലൈസൻസ് പഠിക്കാൻ നോക്കണം. മാറി കറണ്ടടിച്ച് ഞാൻ പൊളിക്കും. അടുത്ത മോളെ, അടുത്ത വേറെ ബ്രില്യന്റ് ക്വസ്റ്റ്യൻ ആണ്. ഒരു സാങ്കല്പിക ചോദ്യമാണ്. അത് നമ്മള് വണ്ടി ഓട്ടിച്ചുകൊണ്ട് നേരെ ഒരു റെയിൽവേ പാളത്തിന്റെ അവിടെ കയറി. പാളത്തിന്റെ ഒത്ത നടുക്ക് ചെന്നപ്പോ നമ്മളെ വണ്ടി ഓഫായി. നമ്മൾ എന്ത് ചെയ്യും? ഞാൻ വണ്ടി അവിടെ വെച്ചിട്ട് ചായ കുടിക്കാൻ പോകും. വണ്ടി അവിടെ വെച്ചിട്ട് ചായ കുടിക്കാൻ പോയാ? അപ്പൊ വന്ന ട്രെയിനിൽ വണ്ടി ഇടിച്ച് തെറിപ്പിച്ച് അങ്ങ് പോവൂലേ? പോയിക്കോട്ടെ, സാങ്കല്പികമല്ലേ. എന്താണ് സാർ, എന്ത് സൂപ്പർ 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 അടിപൊളി ബ്രില്യന്റ് ബുദ്ധി കണ്ടോ? അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം. കൊച്ചിനെ ലൈസൻസ് ചൂടോടുകൂടി അങ്ങ് എഴുതി കൊടുത്താലാ? അല്ല സാറേ, അപ്പൊ ടെസ്റ്റിന് പോകണം. എന്തിന് ടെസ്റ്റ്? ടെസ്റ്റ് ഇല്ലേ? ഒന്നും വേണ്ട, ഒന്നും വേണ്ട. ലൈസൻസ് കൊണ്ടുപോയി. സന്തോഷമായില്ല? ദൈവമേ, ഭഗവാന് വഴിപാട് നടത്തി ഫലിച്ചു. ഇതിലൊന്നുമില്ല സാർ, ഇതിലൊന്നും എഴുതിയിട്ടില്ലല്ലോ. നേരത്തെ ഒരു സാങ്കല്പികം പറഞ്ഞില്ലേ? അത് ഈ ലൈസൻസ് എന്ന ഒരു സാങ്കല്പികമായിട്ട് കൂട്ടിക്കൂടെ? അയ്യാ, എന്ത് പരിപാടി? അതൊരു പരിപാടിയായി പോയിട്ടാ. എന്ത് പരിപാടി എന്നാ? എന്റെ കൊച്ച ഒന്നും പറഞ്ഞുകൂടാത്ത നിന്നെ പോലെ ഇതിനൊക്കെ ലൈസൻസ് തന്ന് നീ വണ്ടി കൊണ്ട് അവന്റെ നെഞ്ചി കയറ്റി അവനൊക്കെ ചത്തു പോയി കഴിഞ്ഞാ ജീവിതകാലം മുഴുവൻ ഞാൻ ജയിലിൽ കിടന്ന് ഉണ്ട തിന്നണ്ടേ? ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്ക എന്റെ പൊന്ന അമ്പിളി അമ്മാവാ. അമ്പിളി അമ്മാവനല്ലേ, എന്റെ പേര് അമ്മണി പിള്ള. നല്ലൊരു കൈയടി തിരിച്ചേട്ടാ. ദീപ്തിയുടെ വീട് ശരി കണ്ണമാലിയാണ്? അല്ല, പള്ളുരുത്തി. ഞാൻ പള്ളുരുത്തി പറഞ്ഞു, ഇവൻ പറഞ്ഞ കണ്ണമാലി ആയിരിക്കും പറഞ്ഞു. പക്ഷെ എനിക്ക് ഇത്ര നാൾ കണ്ടതിൽ എനിക്ക് പലതും ഉണ്ടാവുമായിരിക്കും. പക്ഷെ ഞാൻ കണ്ടതിൽ ദീപ്തിയുടെ ഏറ്റവും നല്ല പെർഫോമൻസ് ആയിരുന്നു. കറക്റ്റ് ചേരണത്. ഇങ്ങനെയൊക്കെ ഡ്രസ് ചെയ്ത് ഇങ്ങനെയൊക്കെ വന്ന് ന്യൂജൻ സ്റ്റൈലിൽ നിന്നാലേ കുളുന്നുവാണ് അല്ലേ കുമ്പാരി? വന്ദേ ഭാരത് ട്രെയിൻ പോകുന്ന പോലെയാണ് നിങ്ങൾ പോണത്. കാരണം ഒന്നും ചിന്തിക്കാനുള്ള സമയമൊന്നുമില്ല, അതിങ്ങനെ പോയിക്കൊണ്ടിരിക്കും കേട്ടോ. അതുകൊണ്ട് ആ ഒരു ഗ്രാഫ് അങ്ങനെ കീപ്പ് ചെയ്ത് പോകാൻ പറ്റും. ബിനു വർഗീസ് മിന്നലാണ്, KSRTC. നല്ല സ്പീഡാ. ഇത് ഭയങ്കര പണിയാണത് ആ ഒരു റേഞ്ചിൽ. കാരണം ഒരു നമ്മുടെ നാവ് ഉളുക്കാൻ ഒരുപാട് സാധ്യതയുള്ളതാണ് സ്പീഡിൽ പോകുമ്പോഴെന്നുള്ളത്. അതിൻ്റെ ഇടയിൽ 2-3 പ്രാവശ്യം അങ്ങനെ തെറ്റിപ്പോയാൽ തന്നെ നമ്മൾ കോൺഫിഡൻസ് പോകും. പക്ഷെ ആ ഒരു ഒഴുക്ക് ഉഗ്രനാണ് കേട്ടോ. അത് ശരിക്കും ഈ എക്സസൈസ് കൊണ്ട് പറ്റുന്നതാണ്, കിട്ടുന്നൊരു ഗുണമാണ്. അപ്പം എനിക്ക് ഇഷ്ടപ്പെട്ടു. കാരണം ഡ്രൈവിംഗ് സ്കൂളൊക്കെ പല രീതിയിൽ വന്നിട്ടുണ്ടെങ്കിലും നല്ല ചേർച്ചയുണ്ട് കേട്ടോ ഡ്രസ്സ്. കറക്റ്റ്, അത് കറക്റ്റ് ചേരുന്നു. ഇതല്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ MDMA ആയിരുന്നു. അപ്പൊ അടിപൊളിയായിരുന്നു കേട്ടാ, എനിക്ക് ഇഷ്ടപ്പെട്ടു. ചേട്ടാ നന്നായിരുന്നു കേട്ടോ, നല്ല സ്കിറ്റായിരുന്നു. ഈ പറഞ്ഞിട്ട് വന്ദേ ഭാരത് അല്ല, പുഷ്പുള്ളായിരുന്നു. ഒരു വലിയ തള്ളായിരുന്നു. ചില സിനിമകൾ കാണുമ്പോൾ നമ്മൾ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറുകളും അതുപോലെ അതിൻ്റെ എഡിറ്റിങ്ങും അതിൻ്റെ ഷോട്ടുകളും കാണുമ്പോൾ നമുക്ക് ചിന്തിക്കാൻ ചിലപ്പോൾ സമയം തരില്ല. അങ്ങനെയുള്ള പടങ്ങൾ നമുക്ക് പിന്നീടാണ് അയ്യോ ഇതെന്താണ് സംഭവിച്ചത്. അത് അവരുടെ എഡിറ്റിങ്ങും ഈ പറഞ്ഞിട്ട് റെക്കോർഡിങ്ങും കാര്യങ്ങളൊക്കെ നമ്മളെ അത്ഭുതപ്പെടുത്തുന്നതാണ്. കാരണം ചിലപ്പോൾ ഒന്നും ഉണ്ടാവില്ല, പക്ഷെ സിനിമ എന്താണെന്ന് അറിയില്ല, ഭയങ്കര ഹൈപ്പായിരിക്കും. അത് തമാശ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അറിയാൻ പറ്റില്ല. കാരണം അത്രക്ക് ടൈറ്റായിട്ടാണ് നിങ്ങൾ കളിക്കുന്നത്. ഈ പറഞ്ഞ പോലെ തന്നെ നമുക്കൊരു ഐറ്റം കിട്ടിക്കഴിഞ്ഞാൽ അതെങ്ങനെ കളിക്കണം, അതെങ്ങനെ കളിച്ച് കയറ്റണം, അതെങ്ങനെ കൊണ്ടുവന്ന് എത്തിക്കണമെന്ന് നിങ്ങൾക്ക് 3 പേർക്കും നല്ല ഗ്രാൻഡായിട്ട് അറിയാവുന്ന ഒരു കാര്യമാണ്. ഈ പറഞ്ഞ പോലെ എനിക്ക് ഇതിനകത്ത് കുറച്ച് സാധനങ്ങൾ കോമഡി എലമെൻറ്റുകൾ ആഡ് ചെയ്തിരുന്നെങ്കിൽ ഇത് വളരെ മനോഹരമായിട്ടുള്ള വളരെ നന്നായിട്ടുള്ളൊരു സ്കിറ്റായേനെ. തമാശകൾ ഇല്ലയെന്നല്ല, കുറച്ച് കുറവുണ്ട്. പക്ഷെ നിങ്ങളുടെ ഈ അവതരണത്തിൽ അത് നമുക്ക് മനസ്സിലാവേ ഇല്ല. 3 പേരും നന്നായിരുന്നു കേട്ടോ. ബാക്കി കാര്യങ്ങൾ പറയൂടാ. ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു. കൊള്ളായിരുന്നു കേട്ടോ. നമ്മൾ പല സ്കിറ്റുകളും കാണുമ്പോൾ നമ്മൾ പറയണം നല്ല സ്ക്രിപ്റ്റ് ആയിരുന്നു.
അത് നിങ്ങൾ നല്ല മനോഹരമായിട്ട് കളിച്ചു തരും. ഇവിടെ നമുക്ക് സ്ക്രിപ്റ്റിനെക്കാട്ടിലും പ്രാധാന്യം നിങ്ങളുടെ അഭിനയത്തിലാണ്. ഗംഭീരമായിട്ട് നിങ്ങൾ ഏത് സാധനവും കൊണ്ട് ലാൻഡ് ചെയ്യിപ്പിക്കും എന്നുള്ളതാണ്. നിങ്ങൾ നേരത്തെ ഇവർ പറഞ്ഞ പോലെ ഒന്നിനെക്കുറിച്ചും ബാക്കിൽ ചിരിക്കുന്നുണ്ടോ, ഇവിടെ നിന്ന് എന്തെങ്കിലും സപ്പോർട്ടുണ്ടോ എന്നൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. നിങ്ങൾ 3 പേര് എന്തിനാണ് വന്നത് അതങ്ങ് ചെയ്യുക, കറക്റ്റായിട്ട് ചെയ്ത് വൃത്തിയായിട്ട് ഇറങ്ങി പോവുക. തെറ്റീരുമില്ല, ഉടക്കുമില്ല, മറവിയില്ല, ഓർമ്മക്കുറവില്ല, ഒന്നുമില്ലാതെ പോകും. ഇതിപ്പോൾ ഞങ്ങളിവിടെ ഇരുന്ന് സ്ഥിരം പല ടീമിൻ്റെയും നിങ്ങളുടെയൊക്കെ കാണുമ്പോൾ നിങ്ങൾ മുമ്പ് തന്നിരിക്കുന്ന ചിരിയെ കണ്ടിട്ടാണല്ലോ നമ്മൾ വിലയിരുത്തുന്നത്. ആ ഒരു സ്കിറ്റ് കണ്ടിട്ട് അതിനോട് ഉപമിച്ചാണ് നമ്മൾ ഇതിനെ ഇരിക്കുന്നത്, പുതിയതിനെ ഇരിക്കുന്നത്. പക്ഷേ അവർ ഫ്രഷാണ്, അവർ നല്ല ചിരിയും നല്ല കയ്യടിയായിരുന്നു നമ്മുടെ ഓഡിയൻസ്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ഇതിൽ ചിരിക്കാനുള്ളതുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ കാഴ്ചപ്പാടിലാണ് നമുക്ക് നിങ്ങൾ മുമ്പേ തന്നതും ഇതുമായിട്ട് ഇച്ചിരി കുറഞ്ഞു പോയല്ലോ എന്നുള്ള തോന്നൽ വരുന്നത്. അതൊരു വലിയ കാരണമായിട്ട് എടുക്കണ്ട. അടുത്ത പ്രാവശ്യം നമുക്ക് അതെല്ലാം കൂടെ മാറ്റിയിട്ട് നന്നായിട്ട് വരാം. ഓക്കെ ബിജു? ഓക്കെ അല്ലേ? ഓക്കെ. അപ്പൊ ഈ സ്കിറ്റിന്റെ മാർക്സ് ആരാണ് ആദ്യം തരുന്നത്? ഞാനൊരു 12 മാർക്ക് കൊടുക്കാം. 12,000 രൂപ. ചേട്ടാ 15. അപ്പം 27,000 ആയിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ളതും കൂടെ കൂടി കൊച്ച നല്ലോണം പഠിച്ച് ലൈസൻസ് എടുക്കണം. Total amount. പൈസ അങ്ങോട്ട് ഇട്ടിട്ടുണ്ട്. 50,000 രൂപ. അടുത്തല്ല നമുക്ക് ഇതിൽ കൂടുതൽ വാങ്ങിക്കാം. സാർ MDMA കരയാതെ അടുത്ത പ്രാവശ്യം ലൈസൻസ് വാങ്ങിക്കണം കേട്ടോ. ഫ്ലവേഴ്സ് കോമഡി ഐറ്റം വേറെ. അടുത്ത സ്കിറ്റ് റെഡി? വിഷ്ണു ഉണ്ട്, പ്രജിത്ത് ഉണ്ട്, കൂടെ റജി തിരുവല്ല ചേട്ടനുണ്ട്. ഒരു നല്ല കൈഡി. വേറെ നിർത്തണം നിന്റെ പാട്ട്, നിർത്തണം. എന്റെ പാട്ട് എന്റെ വണ്ടി, എനിക്ക് സൗകര്യമുള്ളപ്പോൾ നിർത്തും. അതങ്ങനെ അല്ലല്ലോടാ പറയണ്ടേ. പിന്നെ നിന്റെ പാട്ട വണ്ടി എന്ന് പറയണം. വേണ്ട, എന്നെ എന്താ വേണമെങ്കിലും പറഞ്ഞു, പക്ഷെ എന്റെ വണ്ടിയൊന്നും പറഞ്ഞേക്കില്ല കേട്ടോ. പറഞ്ഞാ നീ എന്തോ ചെയ്യും? നിങ്ങൾക്കറിയോ, 3 വീലിൽ നിങ്ങളുടെ ജീവനും 4 ഗിയറിൽ എന്റെ ജീവിതവുമായി മുന്നോട്ട് പോകുമ്പോ നിങ്ങൾ അറിയാത്തൊരു ചങ്കിടിപ്പ് എനിക്കുണ്ട്. അതെന്തോന്ന്? എനിക്ക് എന്നെ വണ്ടിയുടെ CC അടയ്ക്കണ്ടേ? നിനക്ക് നിന്റെ സൂസി ആയിരിക്കും വലുത്, പക്ഷെ എനിക്ക് എന്റെ പെങ്ങടെ മോടെ കല്യാണമാണ് വലുത്. എടാ, ഇന്ന് 10-നും 11-നും ഇടയ്ക്ക് അവിടെ കല്യാണമാണ്, അറിയാവോ? അതിന് പിന്നെ ഇവിടെ കൊണ്ട് നിർത്താൻ പറഞ്ഞു. പിന്നെ എടാ, നമ്മൾ വീട്ടിൽ പോയത് എന്തിനാണെന്നറിയോ? എന്റെ ആ കൊച്ചിന്റെ കല്യാണത്തിന്റെ മാല എടുക്കാൻ വേണ്ടിയാണ് പോയത്. അതെടുത്തിട്ട് നമ്മൾ കറക്റ്റ് സ്ഥലത്ത് ഇവിടെ കൊണ്ട് നിർത്തിയില്ലേ? നിർത്തി. എന്തിനാ നിർത്തിയെന്നറിയോ? എന്തിനാ? എടാ, നമുക്ക് സദ്യക്ക് വെറുതെ പോയിരിക്കാൻ പറ്റുമോ? ഇല്ല. 2 അടിച്ചിട്ട് വേണ്ട പോയിരിക്കാൻ. അത് വേണം. അതിനു വേണ്ടിയാണ്, ഇവിടെ അടിക്കാൻ വേണ്ടിയാണ് വണ്ടി നിർത്തിയത്. എന്തോ ചെയ്യാൻ പോവാ? ഒരെണ്ണം അടിക്കട്ടെ. അങ്ങോട്ട് മാറിയില്ല, മാറിയില്ല. ആരും വരുന്നോ നോക്കട്ടെ. സൂക്ഷിക്കണേ, നോക്കി വേണേ, ശ്രദ്ധിച്ച് വേണേ, നോക്കി വേണം, സൂക്ഷിച്ചു വേണം കേട്ടോ. അതെന്തോ പണിയാ കാണിച്ചേ? നീ പറഞ്ഞല്ലേടാ സൂക്ഷിച്ചൊഴിച്ചടിക്കണമെന്ന്. സൂക്ഷിച്ചടിക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ സൂക്ഷിച്ച് എനിക്കൂടെ കുറച്ച് വെച്ചേക്കണമെന്നല്ലേ പറഞ്ഞു. മൊത്തം അടിച്ചു കയറ്റാൻ പറഞ്ഞു. എടാ, മാല എടുക്കാൻ വേണ്ടി വീട്ടിൽ പോയപ്പോഴേ അപ്പം 2 തന്നില്ലായിരുന്നു. അത് മാല എടുക്കാൻ പോയപ്പോഴല്ലേ? പക്ഷെ വണ്ടി എടുക്കാൻ നേരത്തെ എനിക്ക് 2 വേണം. വണ്ടി എടുക്കാൻ നേരത്തെ 2 വേണം. നീ കൊള്ളാവില്ലാടാ, നിന്നെ കണ്ടറിയാൻ നീ മുറ്റു വെള്ളവടി കാരണം. സത്യം പറയടാ, ഈ ഓട്ടോയിൽ ചാത്തിരുന്നു നീ ഡെയിലി വെള്ളവടിയല്ലാടാ. ഓനിയാസം പറയുന്നു. അല്ലെങ്കിൽ പിന്നെ ടച്ചിങ്സിനായിട്ട് ആരെങ്കിലും ഇഞ്ചിക്കറി കൊണ്ട് നടക്കുവാടാ. എന്റെ ഇഞ്ചിക്കറി അല്ല, വണ്ടിക്ക് അടിക്കാൻ പറ്റുന്ന ഗ്രീസാ. തിന്നോ? നീ ഒന്ന് ടേസ്റ്റ് ചെയ്തേ. അയ്യോ ഇത് ഇഞ്ചിക്കറി ആണല്ലോ. അതല്ലേടാ ഞാൻ പറഞ്ഞ അങ്ങോട്ട്. അന്ന് ആരാണ്ട് രാവിലെ വണ്ടിക്കകത്ത് വെച്ച് മറന്നോ കേട്ടോ. ആണോ? എന്തിനാടാ കിണിക്കുന്നത്? അയ്യോ, അത് എടുത്തോണ്ട് പോയതിന്റെ കാര്യം ഓർത്ത് തിരിച്ചു പോയതാ. അവൻ ഇന്ന് ഈ ഗ്രീസ് കൂട്ടി ചോറുണ്ടോ എന്തായാലും തിരിച്ചതാ. അയ്യോ, മിണ്ടല്ലേ, കല്യാണ സ്ഥലത്തൂന്നാ. മിണ്ടല്ലേ. ഹലോ. എടാ ശിവരാമ. ഓ പറയാളിയാ. എടാ, കൊച്ചിന്റെ താലികെട്ട് സമയം നീ എവിടെ പോയി കിടക്കുക? എന്താ താമസിക്കുന്ന? എന്താ? അയ്യോ, ഒന്നും പറയണ്ട. വരുന്ന വഴി മുടിഞ്ഞ പഞ്ചായത്ത്. പഞ്ചായത്തല്ലല്ലോ, എന്തോ ബ്ലോക്ക് ആണോ ഉദ്ദേശിച്ചത്? അളിയ, പഞ്ചായത്തല്ല, ബ്ലോക്കാണ്. നീ ആ താലിമാലയായിട്ട് എളുപ്പം വരണേ. അളിയ, ഞാൻ താലിമാലയുമായിട്ട് പെട്ടെന്ന് വന്നോളാം. ലാഗാക്കരുത്. വെച്ചിട്ട് പോളിയാ, ഞാൻ വന്നേക്കാം. ഓക്കെ. നിങ്ങൾ എന്തോ കള്ളമൊക്കെ വിളിച്ചു പറയുന്നത്? ഞാനോ? എന്തോ കള്ളം പറഞ്ഞു? നിങ്ങളിപ്പോ കള്ളം പറഞ്ഞില്ലേ അവരോട് പെട്ടെന്ന് വരുവാന്ന്? എടാ, അതല്ലെന്ന്.
കല്യാണത്തിന്റെ മാല എടുക്കാൻ വേണ്ടി ഒരാൾ പോയി, പറക്കാൻ വേണ്ടി വേരത്തം പോയി. അതെടുക്കാൻ വേണ്ടി നമ്മൾ വേണം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കാൻ. ഇപ്പൊ പ്രാന്ത് വരുമെന്ന്. ഇപ്പൊ മാല ഇല്ലെന്ന് പറഞ്ഞാൽ ഏതെങ്കിലും കടയിൽ നിന്ന് ഒരു വരമാല മേടിച്ചിട്ട് പ്രശ്നം തീർന്നില്ലയോ? താലിമാലയ്ക്ക് ഓരോ വരവുമാല. എടാ കല്യാണ താലിയാടാ മറന്നത്. മാലയാണോ? പിന്നല്ലാതെ അതെടുക്കാൻ പറഞ്ഞതാണോ ആദ്യം അടി കൊടുക്കാൻ? അങ്ങനെ ചാടിക്കറി അടിക്കാനും പിടിക്കാനും ഒന്നും നിൽക്കണ്ട. ചിലപ്പോ പുള്ളിക്ക് വേദനിച്ചാലോ? വേദനിച്ചാലും ഇല്ലെങ്കിലും കൊള്ളാം, അവന് ഒരു അടിയുടെ ആവശ്യമുണ്ട്. അത്ര നിർബന്ധമാണെങ്കിലേ ചെറിയൊരു കടിയിൽ അങ്ങ് ഒതുക്കാവോ? അതെന്തിനാ? അത് മറന്നത് ഞാനാണ്. നമുക്കൊരു സാധനം എടുക്കണ്ടേ? ഇല്ല, സാധനം എടുക്കണ്ടേ? എന്നാ ഷെയർ ഞാൻ എന്റെ ഷെയർ 200 ഇട്ട്. ഒരു കാര്യം ചെയ്. ഇല്ല, അപ്പൊ എന്റെ ഷെയർ 200 ആയി. ഇനി നിങ്ങളുടെ ഷെയർ. അപ്പൊ നിന്റെ ഷെയർ 200 ആണോ ഞാൻ തന്നത്? പിന്നല്ലാതെ. ഇനി എന്റെ ഷെയർ 200 ഞാൻ തരണം. എന്നാ വെച്ചോ. പിന്നെ ഒരു കാര്യം, കാശ് അവിടെ കൊടുക്കുമ്പോ പ്രത്യേകം പറഞ്ഞു കൊടുക്കണം. എന്താ പറയണം? ആദ്യം തന്നാല് 200ന്റെ ഒറ്റ നോട്ടില്ലേ, അതാണ് നിന്റെ ഷെയർ. ഇത് രണ്ടാമത് തന്ന എന്റെ ഷെയർ ആണ് 100ന്റെ 2 നോട്ട്. അങ്ങനെ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കണം. ഇല്ലെങ്കിൽ അവർക്ക് കൺഫ്യൂഷൻ അടിക്കും. എന്നാ പിന്നെ ഇയാള് പോയങ്ങ് മേടിയിട്ട്. അങ്ങനെ പറയല്ലേ, എനിക്ക് അവിടെ ഇരിക്കുന്നവരെയൊന്നും വലിയ പരിചയമില്ലേടാ. ഇയാളെ പറച്ചിൽ അവിടെ തന്നല്ലേ എന്റെ അപ്പച്ചിയും ഭർത്താവും അവിടെ ഇരിക്കുന്നത്. ആണോ? അയ്യോ, അതെനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. അപ്പച്ചിയും ഭർത്താവിനെ ഞാൻ തിരക്കിയെന്ന് പറഞ്ഞേക്കണേ. പോലീസ് അതെന്നാ പോക്കാടാവൻ? വായുഗുളിയാ മേടിക്കാൻ പോയാ? അവനിപ്പോ നിന്നിരുന്ന അവൻ 500 പോയേനെ. അവൻ പോയി. ഞാൻ വിചാരിച്ചു മറ്റവൻ ചൊങ്ങിപ്പോയതായിരിക്കും. നിന്റെ വണ്ടിയാണോ? അല്ല. എന്താണ് നിന്റെ പേര്? മണത്തിപ്പറമ്പിൽ. വീട്ടുപേര് പറയാൻ. ശിവരാമൻ. എന്താണ് പറയുന്നത്? ശിവരാമൻ എന്നാണ് എന്റെ പേര്. മണത്തിപ്പറമ്പിലാണ് വീട്ടുപേര്. എന്താ ഇവിടെ കല്യാണമാണ് ഈ മുതുക്ക് പ്രായത്തിലോ? അല്ല, പെങ്ങടെ മോടെ കല്യാണമാണ്. ഈ വിവരന്റെ വാതിക്കലോ? ഇവിടെ വെച്ചല്ല, ആടിത്തോളത്തി വെച്ച്. ഞാൻ പിന്നെ ഇവിടെ നിൽക്കുന്നതല്ലാന്നറിയോ? എന്താ വഴി അറിയാൻ മേലാത്ത ഒരാളോട് വരുന്നുണ്ട്. അപ്പൊ നിനക്ക് വഴി അറിയായിരിക്കും. എനിക്കറിഞ്ഞൂടാ. ഇതെങ്ങനെ പോടാ? അപ്പൊ അയാൾ എന്നോട് ചോദിക്കും, ഞാൻ അയാളോട് ചോദിക്കും. അങ്ങനെ ചോദിച്ചും പറഞ്ഞു ഞങ്ങൾ അങ്ങ് പോകും. സാറ് ഏത് സ്റ്റേഷനിൽ നിന്നാ വരുന്നത്? റെയിൽവേ സ്റ്റേഷൻ. റെയിൽവേ സ്റ്റേഷനോ? എന്താ സ്റ്റേഷൻ ഇല്ലേ? അതെ. എന്തൊരു ചൂട്. ആര് ചൂടായടാ? നിന്നോട് ഞാൻ ചൂടായോ? ഇല്ല. കാലാവസ്ഥയുടെ ഇത് പറഞ്ഞ ഞാൻ ആര് കാലാവസ്ഥ ഗവേഷകനോ? ഒന്നുമില്ല സാറേ. സാറിനെ ഞാൻ എവിടെയോ വെച്ച്. ഇല്ല, എന്നെ എവിടെയും വെക്കാറില്ല ഞാൻ. അതല്ല, സാറിനെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് പേര് പറയാറുണ്ട്. എന്നെ നിവിൻ പോളിയെ കണ്ടാൽ എന്നെ പറിച്ചു വെച്ചേക്കുന്ന പോലെ ഇരിക്കുക. പറിച്ചു വെക്കാൻ ഇയാൾ എന്നെ 6 മാസം കപ്പയോ? എന്താണ് പറഞ്ഞേ? അല്ല സാറേ, സാർ അതുപോലെ തന്നെ ഇരിക്കുവാണ്. എല്ലാരും ഇത് തന്നെ പറയുന്നത്. 72. 72? എന്ന് വെച്ചാ 72ാമത്തെ ആളാ ഇത് പറയുന്നത്. 72 പേരും കളിയാക്കിയിട്ട് ഈ പൊട്ടന് മനസ്സിലായില്ല. പിന്നെ റോഡ് സൈഡാണ്, സൂക്ഷിച്ചൊക്കെ നിക്കണം. എപ്പോഴും ഈ നിവിൻ പോളിക്ക് വന്ന് പറയാൻ പറ്റത്തില്ല. അയ്യോ, എന്തോ തിരക്കാന്നറിയോ? അപ്പച്ചി തിരക്കോ? അപ്പച്ചി ഇറക്കിയതല്ല, ഇവർക്ക് ഭയങ്കര തിരക്കാണ്. സമയമില്ല. അത് കണ്ടാ? അയ്യോ, പോലീസ്! വണ്ടി എടുക്കാൻ പറ്റത്തില്ല. ഞാൻ അടിച്ചിട്ടുണ്ട്, വണ്ടി എടുക്കാൻ പറ്റത്തില്ല. വണ്ടി എടുക്കാനോ പറഞ്ഞു? പറ്റത്തില്ലെന്ന്. ബുക്കും പേപ്പറും ഇല്ലേ? അടിക്കും ഞാൻ. ഡ്രൈവറാന്ന് പറഞ്ഞു നടക്കുന്നു. ഒരു കാര്യം കാണിച്ച്, തൽക്കാലം ഇത് ഇന്നത്തെ പേപ്പറാ. ഇനി പോകുന്ന വഴിക്ക് ബുക്ക് മേടിക്കാൻ പോ. വണ്ടിയുടെ ബുക്കും പേപ്പർ എടുത്തിട്ട് വീട്ടിലിരിക്കുവാന്ന്. ഒതുക്കുന്ന മെഷീൻ എടുത്തു. വെള്ളം അടിച്ചിട്ടുണ്ടോ? ടെസ്റ്റ് ചെയ്തോണ്ടിരിക്കുക. അതിന് നല്ല ടേസ്റ്റ് ആണോ? ടേസ്റ്റ് അല്ലെന്ന്, ടെസ്റ്റ് ചെയ്തോണ്ടിരിക്കുക, ചെക്ക് ചെയ്യുക. അയ്യോ, ജ്യൂസ്. എന്താടാ കാണിക്കുന്നേ? മുതുക്ക് പ്രായമില്ലടാ. ഇതിന്റെ അവസ്ഥ കേട്ട് ഞാൻ അറ്റക്കും വന്ന് ചത്തുപോയല്ലോ. ആര് സമാധാനം പറയൂടാ? ഞാൻ മാറിക്കാം. കുഞ്ഞുകളി മാറിയിട്ടില്ല. എന്റെ ഓട്ടാ? അല്ല, എന്റെ അല്ല. പിന്നെ എന്റെ അല്ല. ആരായാലും ഇത് ഞാൻ അടുത്തെന്ന് പറഞ്ഞേ.
അതെന്തിനാ സാറേ? മാനനാട പുസ്തകത്തിൽ കൊണ്ട് ചെയ്ത് പ്രസവിക്കുന്ന പറഞ്ഞ കേട്ടിട്ടില്ലേ? അയ്യോ ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു. നീ ഇങ്ങോട്ട് മാറിയുന്നടാ. എത്ര വയസ്സുണ്ടോ എനിക്ക്? 32. നിന്റെ പേരെന്തോടാ? സുഭാഷ്. തപസെന്നോ? അല്ല, എന്റെ പേര് സുഭാഷ് എന്ന് പറയായിരുന്നു. 32 വയസ്സായിട്ടും നിന്റെ പൊക്കിൾ കൂടി മുറിച്ച് കളഞ്ഞിട്ടില്ലോടാ? എടുക്കടാത്. ആഹാ, അപ്പൊ രണ്ടുപേരുടെ വെള്ളപടിയായിരുന്നു. കൊള്ളാം. നീ വെള്ളം എടുത്തു തരാൻ പറയണോ? എന്തോ നേടാ കടുത്തപ്പന്നേ? ഫോൺ സാർ. എനിക്കെങ്ങും വേണ്ട. ഒറ്റ വലിക്ക് അടിച്ചോണ്ടോ ഷെയർ തന്നിട്ടില്ലെന്ന്. നിങ്ങൾ തരണം. ഞാൻ തരണതും പറയണ്ടേ? എന്താ കടന്ന് മുറിവർക്കുന്നേ? സാറേ, ഇവിടെ പറയാൻ പാടുണ്ടോ എന്ന് എനിക്കറിയില്ല, എന്നാലും പറഞ്ഞു പോവുകയാണ്. ഈ ഷെയറിന്റെ കാര്യമൊക്കെ എങ്ങനെയാണ്? ഷെയറാണ് വിഷയം. ഷെയറാണ് മൊത്തം വിഷയം. ആണോ? അയ്യോ, കാശ് ഞെട്ടുന്നടാ. കേട്ടില്ലേ, ഷെയർ വിഷയമാണ്. പിന്നല്ല സാറേ, ഷെയർ അപ്പൊ വിഷയമാണ്. ഇല്ലല്ലേ? ഷെയർ ഭയങ്കര വിഷയ. എനിക്ക് 2 അനിയന്മാരാ. 60 സെന്റ് സ്ഥലമുണ്ട്. അതില് ഇളയവന് 30 സെന്റ് അവനങ്ങ് അളന്നെടുത്ത്. അത് പിന്നെ അനിയന് കൊടുക്കണം. ഏറ്റവും ഇളയവനാണല്ലോ അവകാശം, അപ്പൊ അവന് കൊടുക്കണമല്ലോ. അതെ. പിന്നെ രണ്ടാമത്തവനുണ്ട്. അവന് 30 സെന്റ് അവനും അളന്നെടുത്ത്. മൂത്തവന് 2 പേർക്ക് കൊടുക്കണം. മൂത്തവനല്ലേ? 2 പേർക്ക് കൂടെ കൊടുക്കണം. ബാക്കി എത്ര? സാറിന് പിന്നെ എന്തോണ്ട്? എനിക്ക് ഇനി 10 ഉള്ളു. ആണോ? ആ 10 ഞാൻ അങ്ങ് എടുത്ത് പിന്നെ എനിക്ക് വഴി കൊടുക്കണം നാട്ടുകാർക്ക്. അത് കൊള്ളാം. അപ്പൊ സ്വത്ത് അനിയന്മാർക്ക് വീതം വെക്കുകയും ചെയ്ത് നാട്ടുകാർക്ക് വഴിയും കൊടുത്ത്. തൊട്ടിപ്പുറത്ത് കിടന്ന പുറമ്പോക്ക് പോയി നിങ്ങൾ ആരും ശ്രദ്ധിച്ചില്ല. ശ്രദ്ധിച്ചോ നിങ്ങളാരും? പോലെ കരയരുത്. ആ കാണുന്ന മാമലയൊന്നും നമ്മുടേതല്ല. ഈ കാണുന്ന കരയും കയ്യും ആരുടെയും അല്ല പൊന്മകന്. അതുകൊണ്ട് കരയില്ല. ശരിയായി ഫോൺ ശരിയായി. അതെ. അയ്യോ, അവിടുന്ന് വിളിക്കുന്നു. മിണ്ടല്ലേ. ഹലോ. അതെ, ആ കല്യാണമൊക്കെ അങ്ങ് ഭംഗിയായിട്ട് നടന്നു. ആണോ? ആ വെക്കല്ലേ. ഇല്ല. ഇനി അമ്മാവനാണ് കുമ്മാവനാണെന്ന് അങ്ങനെ പറഞ്ഞ അവിടെ വന്ന നിന്റെ മുട്ടുകാരി ഞാൻ തല്ലി കൊടുക്കുക കേട്ടോ. അറിയാ വെക്കല്ലേ. സത്യത്തിലുണ്ടല്ലോ ഇവിടെ ഒരു പോലീസ് വന്ന് നിൽക്കുന്നു. സാറല്ലേ പോലീസ്? ഞാൻ പോലീസൊന്നും അല്ല. അല്ലേ? നാടകം കഴിഞ്ഞ് വന്നപ്പോ എന്റെ വണ്ടിയുടെ പെട്രോൾ തീർന്നു. ഈ കിടക്കുന്ന വണ്ടി ആരെയും ചോദിക്കാൻ വേണ്ടി ഞാനിവിടെ നിന്നത്. അതെന്റെ വണ്ടിയാ. അയ്യോ മഹാഭാവി, ഈ ഒറ്റ കാരണം എനിക്ക് എന്റെ കൊച്ചിന്റെ കല്യാണം കൂടാൻ പറ്റിയില്ല. എനിക്ക് ആ കുടുംബത്തോട്ട് കേറാൻ പറ്റുവാണ്. ദ്രോഹി. എനിക്ക് ഓട്ടം പോകാൻ പറ്റും. ഇവിടെ എത്ര ഓട്ടോ കളഞ്ഞു? നിങ്ങൾ ഒറ്റ പൈസ കാരണം പറ്റുമോ? പറഞ്ഞതാണ്. ഇനി ഞാൻ എന്തോ ചെയ്യണം? എന്തായാലും കല്യാണത്തിന് പോകാൻ പറ്റിയില്ലല്ലോ. ബാക്കി കുറച്ച് പൈസ ഇരിപ്പില്ലേ? അതുകൊണ്ട് നമുക്കൊരു സാധനം എടുത്ത് അങ്ങ് അടിച്ചാലോ? അങ്ങനെയാണെങ്കിലേ വല്യച്ഛന്റെ വസ്തുവത്തിന്റെ ഒരു കഥയുണ്ട്, അതോടെ ഞാൻ പറഞ്ഞിട്ടെ. നല്ലൊരു കൈയടി തിരിച്ചേട്ടാ. റെജിക്ക് വേഷം കറക്റ്റ് ചേരണ്ട് കേട്ടോ. അല്ല, കറക്റ്റ് ആ ഏജ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതൊരു ഫാൻസി ഡ്രസ് പോലെ തോന്നണല്ല. ആ ശബ്ദം അതിനുവേണ്ടി മാറ്റി സംസാരിക്കുന്നതാണല്ലേ? ഇച്ചിരി ലൗഡായിട്ട് വരുമ്പോ അങ്ങനെ വരണ. യഥാർത്ഥമുള്ള ശബ്ദം അങ്ങനെയല്ല. പക്ഷെ ആ അപ്പച്ചന്റെ ഒരു ക്യാരക്ടർ, ഒരുപാട് കഥാപാത്രങ്ങൾ ഇത് വെച്ച് ചെയ്യാൻ പറ്റും. അതുപോലെ പോലീസുകാരൻ തകർത്തിട്ടാ. പ്രജിത്ത് നന്നായിരുന്നു. അതുപോലെ വിഷ്ണു അല്ലേ? വിഷ്ണു നന്നായി. പിന്നെ ഇതിൻ്റെ അകത്ത് എന്താന്ന് പറഞ്ഞാല് ഈ സ്ക്രിപ്റ്റില് ഹ്യൂമറിന്റെ ഒരു അസ്ക്യതയുണ്ട്. നിങ്ങളൊരു ഇപ്പൊ ഹാസ്യ നാടകം പോലെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അതിന് കൗണ്ടർ ഇടയ്ക്കിടയ്ക്ക് മാത്രമേ പൊട്ടുന്നുള്ളൂ. അത് മാത്രമാണ് അതിൻ്റെ അകത്തൊരു പ്രശ്നം എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് എനിക്ക് ഫീൽ ചെയ്തത്. നന്നായിട്ട് എല്ലാവരും പെർഫോം ചെയ്ത്, പക്ഷേ അതിനുള്ളൊരു കാമ്പുണ്ടെങ്കിലുണ്ടല്ലോ ആ തടിക്കൊരു വിലയുണ്ടാവുള്ളൂ. അപ്പോൾ കാതൽ കുറവുള്ള ഒരു സ്കിറ്റ് പോലെ എനിക്ക് ഫീൽ ചെയ്തത്. അപ്പോൾ അത് എഴുത്തിൽ ആദ്യം തുടങ്ങുമ്പോൾ തന്നെ ഇവിടെ ഒന്നും നമുക്ക് ചെയ്തിട്ട് കാര്യമില്ല. ആ എഴുത്തിൽ തുടങ്ങുമ്പോൾ തന്നെ, പേന തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ വിചാരിക്കുക ഇത് നമുക്ക് ചിരിപ്പിക്കാനുള്ള സംഭവമാണെന്ന് വിചാരിച്ചുകൊണ്ട് ഓരോന്നും എഴുതുമ്പോഴും ആരെങ്കിലും ഡിസ്കസ് ചെയ്തിട്ട് ഇത് കൊള്ളാമോ എന്നുള്ള രീതിയിൽ ഒരു ഡിസ്കഷനും കൂടി നടത്തിയിട്ടായിരിക്കണം നിങ്ങൾ വേദിയിലെത്തേണ്ടത് കേട്ടോ.
ബാക്കി നല്ല ആർട്ടിസ്റ്റുകളാണ് എല്ലാവരും. ക്യാരക്ടേഴ്സും നന്നായിരുന്നു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ബിജുക്കോട്ടെ ചേട്ടാ. 3 പേരും നന്നായിരുന്നു കേട്ടോ. എനിക്ക് തോന്നുന്നത് ഓട്ടോറിക്ഷക്ക് വന്ന് ഇറങ്ങണ സമയത്ത് വരെ ഭയങ്കര പഞ്ചായിരുന്നു കാണാനായിട്ട്. ഒരു സിനിമ കാണുന്ന പോലെ ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു കൊച്ചി രാജാവൊക്കെ പോലെ നമുക്ക് തോന്നിയിരുന്നു. പക്ഷെ നിങ്ങൾ രണ്ടുപേരും ഇറങ്ങി നിന്ന് കളിച്ചപ്പോൾ ഈ പറഞ്ഞ പോലെ കുറേ വലിച്ചു നീട്ടി ഇങ്ങനെ കളിച്ച് നല്ല പഞ്ചായിട്ട് കളിച്ചു. പക്ഷെ അതിനകത്തൊന്നും തമാശകളുടെ ഈ പറഞ്ഞ പോലെ സാധ്യതകൾ വളരെ കുറവായിരുന്നു. എനിക്ക് തമാശ കൂടുതൽ തോന്നിയത് പ്രജിത്ത് വന്നതിന് ശേഷമാണ്. പ്രജിത്ത് ഞാൻ എടുത്തു പറയേണ്ട, പ്രജിത്തിൻ്റെ കാര്യങ്ങളൊക്കെ പ്രജിത്ത് വളരെ കറക്റ്റായിട്ട് ചെയ്യുന്ന നല്ല ഒരു കലാകാരൻ. എപ്പോഴും പറയാറുള്ള കാര്യമാണ്, ഈ റജിയും വിഷുവും മോശവും എന്നല്ല പറഞ്ഞത്. കാരണം ഇവന് കുറച്ചും കൂടി താമസിച്ചല്ലേ വന്നത്. നമ്മളൊക്കെ ഒരുപാട് കളിച്ചിട്ടുള്ളതല്ലേ റജിയും ആയിട്ട്. അപ്പം ഇനി വരുമ്പോൾ ആദ്യം തുടങ്ങി അവസാനം വരെയും നല്ല കൗണ്ടറുകളുള്ള സ്കിറ്റ് കൊണ്ടുവരിക, നല്ല ക്ലൈമാക്സ് പഞ്ചുള്ള സ്കിറ്റ് കൊണ്ടുവരിക കേട്ടോ. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു നസീർക്ക. കുഴപ്പമില്ലായിരുന്നു, നല്ല രസമുള്ളൊരു കണ്ടൻ്റായിരുന്നു. കാര്യം പെങ്കട മോൾക്ക് താലിമാല എടുക്കാൻ പോയ ഓട്ടോറിക്ഷയാണ്. കാരണം നല്ലതായിരുന്നു. ആദ്യത്തെ ആ മാലയുടെ ആ പോർഷൻസ് ഒന്നും അത്ര വ്യക്തമായിട്ട് കത്തിയില്ല. ആദ്യം നിങ്ങൾ രണ്ടുപേരൂടെ പറഞ്ഞ അവിടെ എന്തൊക്കെയോ ക്ലാഷ് പോലെയൊക്കെ ഫീൽ ചെയ്തു. ആദ്യത്തെ ഓട്ടോയിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ള ആ സംഭവം, അത് എത്ര സീരിയസ് ആയ ഒരു കാര്യം എടുക്കാനാണ് നിങ്ങൾ പോയത് അല്ലേ? അത് ആദ്യം എന്താണെന്നുള്ള മാല എടുക്കാൻ പോയി. അത് എന്ത് മാലയാണെന്നില്ല, താലിമാലയ്ക്ക് ഇമ്പോർട്ടൻ്റ് ഉണ്ട്. ഇവിടെ നിർത്തിയതിൻ്റെ കാര്യം ബീവറേജിൽ ഇറങ്ങാൻ വേണ്ടിയിട്ട് മാത്രമാണോ? ആ ഭാഗങ്ങളൊക്കെ കൺഫ്യൂഷനായിരുന്നു. നിങ്ങൾ എന്തിനിവിടെ നിർത്തി? ആ താഴെ ഒരു ബീവറേജിൻ്റെ ഒരു പടം കണ്ടു, അവിടെ നിന്ന് സാധനം വാങ്ങിക്കാൻ വേണ്ടി നിർത്തിയതാണോ, അതോ വേറെ വല്ല ആവശ്യത്തിന് വേണ്ടി അടിക്കാൻ ഇറങ്ങിയതാണോ, അതോ ഈ പോലീസുകാരൻ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിന്നതാണോ? അങ്ങനെയുള്ള കൺഫ്യൂഷൻസ് ഉണ്ടായി. ഇതൊന്നുകൂടെ ഒന്ന് അഴിച്ച് മെനഞ്ഞിരുന്നെങ്കിൽ നന്നായിരുന്നേനെ എന്നെനിക്ക് തോന്നി. വേറെ കുഴപ്പങ്ങളൊന്നുമില്ല, ഉള്ള കൗണ്ടറുകളൊക്കെ ചിരിക്കുകയും ചെയ്തു. പക്ഷേ ഇങ്ങനെയുള്ള ചെറിയ കൺഫ്യൂഷൻ വരുമ്പോഴാണ് ഇത് എങ്ങോട്ടാണ് ഇത് പൊയ്ക്കൊണ്ടിരിക്കുന്നതെന്നൊരു പിടുത്തവും കിട്ടാതെ വരും. സാരമില്ല, അടുത്ത പ്രാവശ്യം അത് മാറ്റിയെടുക്കണം കേട്ടോ. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു നസീർക്ക. ആരാണ് മാർക്സ് തരുന്നത്? ഞാനൊരു 10,000 രൂപ കൊടുക്കാം. 10,000 രൂപ. നസീർക്ക? ഞാനൊരു 8,000 രൂപ കൊടുക്കും. 11,000 രൂപ. ഇനി ചേട്ടാ ടോട്ടൽ എമൗണ്ട് 35,000 രൂപ. അടുത്ത പ്രാവശ്യം നമുക്ക് ഇതിന്റെ ഇരട്ടി വാങ്ങിക്കാം. ഓക്കെ റജി ചേട്ടാ? ഓക്കെ ബ്രോ, അടുത്ത പ്രാവശ്യം കേട്ടോ. ഓക്കെ. അപ്പൊ മക്കളെ, നമ്മള് ഇന്നത്തെ സമയം കഴിയാറായിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും നല്ല നല്ല സ്കിറ്റുകളൊക്കെ കണ്ട് നല്ല നല്ല കൗണ്ടറുകൾ കേട്ട് എൻജോയ് ചെയ്തു. ടെൻഷൻ ഫ്രീ ആയിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. തീർച്ചയായും അല്ലേ? അടിപൊളിയായിരുന്നു. അപ്പോ നമുക്ക് തൽക്കാലത്തേക്ക് ഒരു ബ്രേക്ക്. നമുക്ക് നാളത്തെ എപ്പിസോഡിൽ തിരിച്ചു വരാം. ഓക്കെ. നക്ഷത്ര പെരിഞ്ഞിനം, നിങ്ങൾ അടിപൊളിയായിരുന്നു. നിങ്ങൾ നല്ല സപ്പോർട്ടായിരുന്നു എല്ലാ കലാകാരന്മാർക്കും. അപ്പോ അടുത്ത ദിവസം കാണാം. അതുവരെ ദിസ് ഇസ് ബൈ ഫ്രം ജീവ ആൻഡ് ബൈ ഫ്രം ഫ്ലവേഴ്സ് കോമഡി. ഇത് ഐറ്റം വേറെ. ഗുഡ് നൈറ്റ്.